കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആത്മാവിലൂടെ അങ്ങയുടെ വചനം കേൾക്കുവാനും ആ വചനം ആത്മാവിൽ ഞങ്ങളിൽ മാംസമായി തീരുവാനും ജീവനുള്ളതായി തീരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ഹോളിൽ ഈ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. ലോകത്തിൽ ആരെല്ലാം ഈ ശബ്ദം കേൾക്കുന്നുവോ കർത്താവേ, അവരെല്ലാം സ്വർഗം തുറന്ന അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ, നല്ല അമ്മേ, വചനം മാംസമായി ഞങ്ങൾക്ക് തന്നവനെ, ഞങ്ങൾക്ക് തന്നവളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളടുത്തുണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവനും ആ ഈശോയെ ആരാധിക്കുന്ന, ഈശോയെ സ്തുതിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന ഒരു ജീവിതമായി തീരുവാൻ അമ്മേ ഞങ്ങളടുത്തുണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ജീവിതം മകൻ്റെ ബലിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ജീവിത ബലി കർത്താവേ, ഈ ലോകത്തിൽ ജീവിച്ച് പിശാചിനോട് പോരാടി, പാപത്തോട് പോരാടി വിജയം പ്രാപിച്ച് ജീവിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് ഇരിക്കാം. ഞാൻ ഇന്ന് വചനപ്രഘോഷണമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ന് നമ്മൾ കേട്ട ഒന്നാം വായനയുടെ ഒരു ചെറിയ ഭാഗമാണ്. എല്ലാം കൂടെ ഒരു കുർബാനയുടെ സമയത്ത് പ്രസംഗിക്കാൻ പറ്റില്ല. ഞാൻ അത് ആവർത്തിച്ച് വായിക്കുന്നു. 1 യോഹന്നാൻ അധ്യായം 5 വചനം 18 മുതൽ. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു. ദുഷ്ടൻ അവനെ തൊടുകയില്ല. ഒന്ന് ശ്രദ്ധിക്കണമേ. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, പാപം ചെയ്യുന്നില്ല. ഒന്ന് ശ്രദ്ധിക്കൂ, അതാണ് ഇന്നത്തെ വിഷയം. പാപം, പാപങ്ങളല്ല, പാപം, ഏകവചനം. നീ തുടർന്ന് പറയുകയാണ്, ദുഷ്ടൻ, അതും ഏകവചനം. ദുഷ്ടന്മാരെന്നല്ല, ദുഷ്ടൻ അവനെ തൊടുകയില്ല. ഇനിയും നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. അതെ, ലോകം മുഴുവനും എന്ന് പറഞ്ഞാൽ യേശുവിൽ ജനിക്കാത്ത സകലരും വ്യക്തമാണ്. ദുഷ്ടൻ്റെ ശക്തി വലയത്തിൽ, അവിടെയും ഏകവചനം. ദുഷ്ടന്മാരെന്നല്ല, അതുപോലെ ദുഷ്ടജനങ്ങളെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രത്യേക വ്യക്തി ആണ് ദുഷ്ടൻ്റെ ശക്തി വലയം. ഇനിയും പറയുകയാണ്, ദൈവപുത്രൻ വന്നുവെന്നും സത്യസ്വരൂപനെ അറിയാനുമുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു. നാമാകട്ടെ സത്യസ്വരൂപനിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലുമാണ്. ഇവനാണ് സത്യദൈവവും നിത്യജീവനും. കുഞ്ഞുമക്കളെ, വിഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുവൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും അത് കുർബാനയുടെ സമയത്തും പറയുന്നതാണ്, അത് പാപം നിഹനിക്കുന്ന ദിവ്യകുഞ്ഞാട്. യോഹന്നാൻ 1:29. ആ യോഹന്നാൻ മാപ്നാന, സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരോട് യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതാണ്, അത് പാപം നിഹനിക്കുന്ന ദിവ്യകുഞ്ഞാട്. പാപങ്ങൾ നിഹനിക്കുന്നു എന്നല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ പാപം എന്ന ഏകവചനം, അതിന് അർത്ഥമെന്ത് എന്ന് ഒന്ന് കണ്ടുപിടിക്കുവാൻ ആണ്. നമുക്കറിയാം, അത് ഒരു വ്യക്തിയാണ് അത് സൂചിപ്പിക്കുന്നത്. പാപം എന്ന് പറയുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട്, ആദ്യ പാപം ചെയ്തു ആര്? ഹവ്വായും ആദവും. ഒരു വ്യക്തിയാണ് ഏദൻ തോട്ടത്തിൽ കടന്നു വന്നത്. അത് നമ്മൾ പറയും പിശാച്, അല്ലേ? സാത്താൻ. എങ്ങനെ വന്നു? സർപ്പമായി വന്നു എന്ന്. അപ്പോൾ ഒരു വ്യക്തിയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നു, പിശാച് ഒരു വ്യക്തിയാണ്. അത് പാപം എന്നാണ് ബൈബിൾ വിളിക്കുന്നത്. നമുക്കറിയാം, ആ വ്യക്തിയാണ് അത് പാപം ചെയ്യുവാനായിട്ട് ഹവ്വായെ പ്രേരിപ്പിച്ചത്. പാപത്തിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? ദൈവവചനം ധിക്കരിക്കുക. 1 യോഹന്നാൻ 3:4. 1 യോഹന്നാൻ 3:4.
പാപം എന്നാൽ ദൈവകൽപ്പന ലംഘിക്കലാണ്. ഹല്ലേലൂയ. അത് നമുക്ക് വ്യക്തമാണ്. ഈ പാപം ഞാനൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടത്. ഒന്ന് വ്യക്തമാക്കാൻ പറഞ്ഞെന്ന് മാത്രം, നമുക്കിതെല്ലാം അറിയാവുന്നതാണ്. അത് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവം കൊടുത്ത കൽപ്പന ലംഘിക്കാൻ അത് പാപം പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിശാച് പ്രേരിപ്പിച്ചു. അതുപോലെ ഒരു വചനം നിങ്ങൾക്കെല്ലാം അറിയാം. 1 യോഹന്നാൻ അധ്യായം 3 വചനം 8. 1 യോഹന്നാൻ അധ്യായം 3 വചനം 8. പാപം ചെയ്യുന്നവൻ പിശാചിനുള്ളവനാണ്. ഹല്ലേലൂയ. അവിടെയും ഏകവചനമാണ്. പാപം ചെയ്യുന്നവൻ, പാപങ്ങൾ ചെയ്യുന്നവൻ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പാപം ചെയ്യുന്നവൻ പിശാചിനുള്ളവൻ. ഹല്ലേലൂയ. അപ്പോൾ അത് ഒരു വ്യക്തിയാണ്, പാപം വ്യക്തിയാണ്. അത് ആ വ്യക്തിത്വം പിശാചിൻ്റേതാണ്. നമുക്കതിന് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ് 2ാമത്തെ പാപം നമ്മൾ വായിക്കുന്നത്. അത് നമുക്കറിയാം, കായേൻ ആബേലിനെ കൊല്ലുന്നതാണ്. ഇനിയും അതിന് കാരണം അവൻ്റെ ഉള്ളിൽ ദുഷ്ടതയുണ്ടായിരുന്നു. ആ ദുഷ്ടത എന്തായിരുന്നു? അസൂയ. സഹോദരൻ്റെ ബലി കർത്താവ് സ്വീകരിച്ചു, അവൻ്റെ ബലി കർത്താവ് സ്വീകരിച്ചില്ല. അപ്പോൾ ഉണ്ടായ അസൂയ. ഇവിടെയാണ് അസൂയ, സ്പർദ്ധ, അഹങ്കാരം, സ്വാർത്ഥതയൊക്കെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റിയില്ലെങ്കിൽ അവിടെ അത് ദുഷ്ടൻ, പിശാച്, പാപം കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പാപത്തിൻ്റെ പാശങ്ങൾ, പാപത്തിൻ്റെ പ്രവണതകൾ പിശാചിന് പ്രവർത്തിക്കാനുള്ള പ്ലാറ്റ്ഫോം ആണ്. അവിടെ കടന്നു വന്നാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ കായേൻ്റെ പാപത്തെപ്പറ്റി വായിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ 7-ാം വചനത്തിൽ കർത്താവിൻ്റെ ഒരു വചനമുണ്ട്. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. ഹല്ലേലൂയ. ആരാ വാതിൽക്കൽ പതിയിരിക്കുന്നത്? ഒരു വ്യക്തിയാണ്, അല്ലേ? നമ്മളൊക്കെ വീട്ടിലേക്ക് വരുമ്പം കടച്ചാൽ വരുന്നത്, പൂട്ടിയച്ചേ വരും. ഒന്നുകൂടെ താഴെ പിടിച്ച് നോക്കും പൂട്ട് വീണോന്ന്, ഇല്ലേ? എന്താണ്? സുരക്ഷിതം ആക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ പാപം എന്ന് പറയുന്ന കള്ളൻ അത് പതിയിരിപ്പുണ്ട്. ആരാണ് പിശാച്? കള്ളനും കള്ളൻ ചെയ്യേണ്ടത് പിതാവുമാണ്. നുണയനും നുണയൻ്റെ പിതാവും. എനിക്കറിയാവുന്ന കാണാതെ ഈ വചനമൊക്കെ യോഹന്നാൻ അധ്യായം 8:44. യോഹന്നാൻ 8:44. അവൻ നുണയനും നുണയൻ്റെ തന്തയാണെന്ന് മലയാളത്തിൽ പറയാം, ഇല്ലേ? നുണയൻ്റെ പിതാവുമാണ്. അപ്പോൾ അവൻ പതിയിരിപ്പുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്നു, പാപമെന്നത് വ്യക്തിയാണ്, പതിയിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. അതെ, എവിടെ പതിയിരിക്കുന്നു? വാതിക്കൽ. ഏത് വാതിക്കൽ? ഹൃദയത്തിൻ്റെ വാതിക്കൽ. ഇവിടെയാണ് നമ്മൾ അല്പം ഒന്ന് ചിന്തിച്ചാൽ 2 വ്യക്തികൾ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്ന് മുട്ടുന്നുണ്ട്. ഹല്ലേലൂയ. ഒരാളെപ്പറ്റി നിങ്ങൾക്കറിയാം. വെളിപാട് പുസ്തകം അധ്യായം 3 വചനം 20. ആരാ? രക്ഷകനായ യേശു, ദൈവം. അത് ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും തുറന്നു കൊടുത്താൽ അവിടെ കടന്നു വരും. അവിടെ രാജാവായിട്ട് വാഴും, ഒന്നിച്ചു ഭക്ഷിക്കും. ഒത്തിരി കാര്യം അവിടെ ഉണ്ട്. അപ്പം യേശുവിന് ഹൃദയം തുറന്നു കൊടുക്കുകയാണെങ്കിൽ യേശു അവിടെ ഏകരക്ഷകനായി വന്നു വാഴും. അപ്പോൾ അവിടെ തിന്മ വാഴുകയില്ല, പാപം വാഴുകയില്ല. അപ്പം 2 പേരാണ് നമ്മുടെ ഹൃദയം പിടിച്ചടക്കി വാഴാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 യേശുക്രിസ്തു, 2 ശത്രുവായ പിശാച് അഥവാ പാപം. അപ്പോൾ പാപം വന്ന് നമ്മളെ ഭരിക്കാൻ നോക്കുകയാണ്. യേശുവും വന്ന് ഭരിക്കാൻ നോക്കുന്നു. നമ്മൾ ആർക്ക് ഭരണം വിട്ടുകൊടുക്കുന്നുവോ ആളിൻ്റെ അടിമയായി തീരുന്നു നാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മേലുള്ള ഭരണം ആർക്ക് വിട്ടുകൊടുക്കുന്നുവോ ആ ആളിൻ്റെ അടിമയായിത്തീരുന്നു നമ്മൾ യേശുവിന് നമ്മളെ തന്നെ വിട്ടുകൊടുത്താൽ യേശുവിന് സേവനം ചെയ്യുന്ന യേശുവിൻ്റെ ശിഷ്യർ അഥവാ അടിമകൾ ആയിത്തീരുന്നു. പിന്നെ ഈശോ ആയിരിക്കും, ഈശോയുടെ അരൂപിയായിരിക്കും നമ്മളെ ജീവിതത്തിൽ നയിക്കുന്നത്. ഹല്ലേലൂയ. അല്ലവാ പാപത്തിന് എന്ന് പറഞ്ഞാൽ പിശാചിന് അവൻ ആരാണ്? ശത്രു. കർത്താവ് പിശാചിനെ പറ്റി പറയുന്നിടത്തെല്ലാം പറഞ്ഞിരിക്കുന്നത് ശത്രുവായ പിശാചെന്നാണ്. അപ്പോൾ യേശുവിനൊരു ശത്രുവേ ഉള്ളൂ.
നമുക്കും ഒരു ശത്രുവേ ഉള്ളൂ, പിശാച്. ഹല്ലേലൂയ. ഇത് ഒരു ഏകവചനത്തിൽ ഒരു വ്യക്തിയായി കടന്നു വരികയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാം, അവനും വന്ന് വാതിൽക്കൽ മുട്ടുന്നു, അവൻ വാതിൽക്കൽ പതിയിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണമേ, ഈ രണ്ടു പേർക്കും നമ്മുടെ ഉള്ളിൽ നമ്മുടെ അനുവാദം കൂടാതെ കയറാൻ സാധ്യമല്ല, മുട്ടാനേ പറ്റൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാച് എന്നെക്കൊണ്ട് പാപം ചെയ്യിപ്പിച്ചു എന്നെനിക്കൊരിക്കലും പറയാനാവില്ല. പിന്നെയോ ഞാനാണ് പാപം ചെയ്തത്, ഞാനാണ് ഉത്തരവാദി. ഹല്ലേലൂയ. അവൻ വാതിൽക്കൽ മുട്ടിയപ്പോൾ ഞാൻ എന്തിനാ തുറന്നു കൊടുത്തത്? തുറന്നു കൊടുത്തപ്പോഴാണ് അവൻ എന്നെ ഭരിച്ചതും എന്നെ അവൻ്റേതാക്കി മാറ്റിയതും. ഞാൻ ഇന്ന് പുണ്യവാൻ, പുണ്യത്തിൽ ജീവിക്കണമെങ്കിൽ അതിനും കാരണം ഞാൻ എൻ്റെ ഹൃദയം എൻ്റെ യേശുവിന്, എൻ്റെ രക്ഷകന് പൂർണ്ണമായി തുറന്നു കൊടുത്ത് എന്നെ ഭരിക്കാനുള്ള അനുവാദം ഞാൻ കൊടുത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ആദവും ഹവ്വായും കർത്താവിൻ്റെ വചനം അനുസരിച്ച് ഹൃദയം കർത്താവിന് കൊടുത്ത ജീവിതമായിരുന്നു പറുദീസായിലെ ജീവിതം. അതുകൊണ്ടാണ് നമുക്ക് കാണുന്നത്, സായാഹ്ന സവാരിക്ക് ദൈവം കൂടെ വരുമായിരുന്നു. ഒരിക്കൽ വന്നപ്പോഴാണ് രണ്ടുപേരെയും കണ്ടില്ല, ചുടുകാട്ടിൽ ഒളിച്ചിരിക്കുന്നു. കാരണം എൻ്റെ ഹൃദയം തുറന്നു കൊടുത്തു ദുഷ്ടന്, അഥവാ പാപത്തിന് വിട്ടുകൊടുത്തു. അപ്പോൾ നമുക്ക് ചെറിയ കാര്യം മനസ്സിലാക്കുക വരികയാണ്, പാപം എന്ന് പറയുന്നത് പാപങ്ങൾ അല്ല, പിന്നെയോ പാപത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തി ആണ്. അത് യേശുവിൻ്റെയും നമ്മുടെയും ശത്രുവാണ്. ഇത് നമുക്കറിയാം, ആദവും ഹവ്വായിൽ പ്രവർത്തിച്ചു. ഇനി അതിൻ്റെ ഫലം നമുക്കറിയാം, നമ്മൾ പറയും ഉത്ഭവ പാപം. ആദ്യ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച ലോകത്തുള്ള എല്ലാവരും ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന പാപമാണ് ഉത്ഭവ പാപമെന്ന് നമ്മൾ പറയും. നമ്മൾ വേദപാഠം കാറ്റഗീസം പഠിച്ചപ്പോൾ പഠിച്ചു, മാമോദീസായിൽ ആ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു എന്ന്. ഹല്ലേലൂയ. അപ്പോൾ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് അച്ഛൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എൻ്റെ പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ഉപേക്ഷിക്കുന്നുവോ? ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ആണ്ടുതോറും പ്രത്യേകിച്ച് പെസഹ കാലത്ത് പുതിയ വെള്ളം വെഞ്ചരിച്ച് തീയൊക്കെ കത്തിച്ചുള്ള ആ അവസരത്തിൽ നമ്മൾ ജ്ഞാനസ്ഥാന വ്രതം പുതുക്കാറുണ്ട്. വേറെ അവസരങ്ങളിലും പുതുക്കാറുണ്ട്, ചിലപ്പോൾ ധ്യാനത്തിലായിരിക്കാം. അപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിക്കുമ്പോൾ ചോദിക്കും, പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ഉപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളൊക്കെ ജ്ഞാനസ്ഥാനത്തിൽ പിശാചിൽ നിന്ന് വിടുതൽ മേടിച്ചു, ഉത്ഭവഭാവത്തിൽ നിന്ന് മോചനം നേടിയെങ്കിലും അവൻ്റെ പിടി, അവൻ്റെ സ്വാധീനം നമ്മളിൽ ഉണ്ട്. ഹല്ലേലൂയ. വേദപാഠം നല്ലപോലെ പഠിപ്പിക്കുന്നുണ്ട്. നാം ജ്ഞാനസ്ഥാനം സ്വീകരിച്ചപ്പോൾ പാപത്തിന് മോചനം, ഉത്ഭവപാപത്തിന് മോചനം കിട്ടിയെങ്കിലും അതിൻ്റെ അദൃശ്യ ശക്തി നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അദൃശ്യ ശക്തി നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, മാമോദിസ സ്വീകരിച്ചതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് പൂർണ്ണമോചനം കിട്ടിയിട്ടില്ല. എന്നിട്ട് ആ വേദപാഠം പറയുന്നത് എന്താണെന്നറിയാമോ? അത് നൽകപ്പെട്ടിരിക്കുന്നത് അനുദിനം വിശ്വാസത്തിലും പ്രാർത്ഥനയിലും കൂദാശയിലും ഉറച്ചു നിന്നുകൊണ്ട് അവയെ അതിജീവിച്ച് നല്ല ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ ആണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഓരോ മനുഷ്യനും ഈ പിശാചിന് എതിരായിട്ടുള്ള പോരാട്ടം. ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ പലയിടത്തും പല അച്ഛന്മാരുടെയും പ്രസംഗം പിശാചിനെപ്പറ്റി കേൾക്കുന്നുണ്ട്. അതല്ല ഞാൻ ഈ പറയുന്നത്. അവർ പറയും, ഹിന്ദുക്കളുടെ ഭക്ഷണം ഭക്ഷിച്ചാൽ, ഹിന്ദുക്കൾ വീട്ടിൽ വന്നാൽ, അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയാൽ, ആരെങ്കിലും കൂടോത്രം ചെയ്താൽ അവിടെ പിശാച് വരും. അതല്ല വിഷയം എൻ്റേത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ആഴമായ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ, ആദി മാതാപിതാക്കളിൽ നിന്ന് പിറന്ന നമുക്കെല്ലാവർക്കും ഈ പിശാചിൻ്റെ കെണി എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പിശാചിൻ്റെ ഈ സൂത്രം നമ്മളിൽ ഉണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കുന്ന അനുദിന പ്രാർത്ഥനയിലൂടെ, അനുദിന വിശ്വാസത്തിലൂടെ, അനുദിന കൂരാശ സ്വീകരണത്തിലൂടെ ആണ്. അപ്പോൾ യേശുവിൻ്റെ ശക്തി വച്ച് ഈ ശക്തിക്കെതിരായിട്ട് നമ്മൾ പോരാടണം എന്നാണ്. ഞാൻ വളരെ വ്യക്തമായിട്ടും നിങ്ങളെ ഒരു പാഠം പൗലോസ്ലീഹായിലൂടെ പഠിപ്പിക്കാം.
റോമാക്കാർക്ക് പൗലോസ് എഴുതിയ ലേഖനം അധ്യായം 7 ആണ്. റോമ അധ്യായം 7 വചനം 13 മുതൽ ആണ്. റോമ അധ്യായം 7 വചനം 13 മുതൽ. നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി തീർക്കാമെന്നോ ഒരിക്കലുമില്ല. പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമുളവാക്കിയത്. വീണ്ടും പാപങ്ങൾ എന്നല്ല, പാപം എന്ന വാക്ക് ശ്രദ്ധിച്ചോണം. പാപം ആണ് അത് എന്നിൽ മരണമുളവാക്കിയത്. ഇത് പാപമായി തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണ്. നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. എന്നാൽ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ് ഞാൻ. ഹല്ലേലൂയ. പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട അടിമയാണ് ഞാൻ. ഈശോ നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:34 പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ഹല്ലേലൂയ. അടിമയാകുന്നത് ഒരു വ്യക്തിക്കാണ്, അത് ഒരു സ്വാധീനത്തിലാണ്, ഒരു ശക്തിയിലാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ഭൂമിയിൽ അടിമ വ്യാപാരമുണ്ടായിരുന്നു. ആളുകളെ കൊണ്ട് കാശ് കൊടുത്ത് വിലയ്ക്ക് വിൽക്കും അടിമയായിട്ട്. പിന്നീട് അവൻ്റെ അടിമയായിട്ട് ജോലി ചെയ്യണം. ഞാൻ ക്രിസ്മസിൻ്റെ എവിടെയോ ഒരു സന്ദേശം കൊടുത്തപ്പോൾ പറഞ്ഞല്ലോ, അത് നമ്മൾ കേട്ടിട്ടുണ്ട്, ആർത്തബാൻ്റെ കഥ. ആർത്തബാന് അത് 4ാമത്തെ രാജാവായിരുന്നു. അത് അവൻ അന്വേഷിച്ച് യേശുവിനെ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെയല്ല, വേറെ എവിടെയോ പ്രസംഗിച്ചതാണ്. എനിക്കൊന്ന് കോട്ടയത്ത് പ്രസംഗിച്ച കഴിഞ്ഞ ദിവസം. അവിടെ അവസാനം അവൻ ഈശോ മരിക്കുന്ന സമയത്താണ്, ഈശോ കുരിശ് മരിക്കുമ്പോഴാണ് ഈശോയെ കാണാൻ എത്തുന്നത്. അതുവരെ അവൻ്റെ ഉണ്ടായിരുന്ന 3 സ്വർണ്ണ നാണയങ്ങൾ, പവിഴങ്ങൾ വിറ്റ് പാവങ്ങൾക്ക് കൊടുത്തു പോയി. ആ പാവങ്ങളാണ് അവൻ ഈശോയെ കണ്ടത്. അവസാനമാണ് കുരിശിൻ്റെ അടുക്ക വരുന്നു. അവിടെ വരുമ്പോൾ ഒരാൾ തൻ്റെ മകളെ അടിമയായിട്ട് വിൽക്കാൻ നോക്കുന്നു. അപ്പോൾ അയാളോട് അവളോട് അനുകമ്പ തോന്നി. ഈ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ പവിഴം കൊടുത്ത് അവരെ മോചിപ്പിക്കുന്നു. എന്നിട്ട് കുരിശിയെ നോക്കി പറഞ്ഞു, കർത്താവേ, എനിക്ക് തരാൻ ഒന്നും എൻ്റെ കയ്യിലില്ല, എൻ്റെ 3 പവിഴങ്ങളും ഞാൻ കൊടുത്തു. അവൻ കണ്ണടച്ച് കരഞ്ഞു. അതവൻ്റെ അവസാനത്തെ കരച്ചിലും അവസാനത്തെ ശ്വാസം വിടലും ആയിരുന്നു. ആ സമയത്ത് അവനൊരു ദിവ്യസ്വരം കേട്ടു, നീ അവർക്കെല്ലാം കൊടുത്തപ്പോൾ നീ എന്നെയാണ് കണ്ടതും എനിക്കാണ് നൽകിയതും. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ദൈവവചനമാണ് ഇല്ലേ? മത്തായി 25:40. നാം എളിവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് എനിക്ക് തന്നെയാണ് നൽകിയത് എന്ന കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണം, അതായത് യേശുവിന് കൊടുക്കുക, യേശുവിൻ്റെതായി തീരുക എന്നൊക്കെ പറയുന്ന അടിമയായി വിൽക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പം അടിമ ഒരാൾ മറ്റൊരാളുടെ സ്വാധീനത്തിലേക്ക് കൊടുക്കപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പാപത്തിന് അടിമ എന്ന് പറഞ്ഞാൽ എൻ്റെ അധികാരം മുഴുവൻ അവൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഞാൻ മാമോദീസ അല്ലെങ്കിൽ സ്നാനം സ്വീകരിച്ചുവെങ്കിലും ഈശോയുടെ അടിമ അല്ല. എൻ്റെ ജീവിതം ഞാൻ മറ്റവന് കൊടുത്തു എന്നാണ് അർത്ഥം. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ ആഴമായിട്ട് ഓരോ ദിവസവും ബോധമനസ്സിൽ കൊണ്ടുവന്ന് ബോധ്യപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ ഞാൻ ഈശോയുടെ അടിമയാണ് എന്നത് ഇത് അവബോധ്യമുണ്ടാവണം. ഞാൻ യേശുവിൻ്റെ അടിമയാണ് എന്ന് ഞാൻ പറയാം. ഇനി ഞാൻ തുടർന്ന് പറയാം. ഓക്കെ, കേൾക്കുക. നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അങ്ങനെ പ്രവർത്തിക്കുന്നു ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഓരോരുത്തരിലും പാപം കുടികൊള്ളുന്നു. ഹല്ലേലൂയ. പാപമെന്നാൽ പിശാച് എന്ന് പറഞ്ഞാൽ യേശുവിനെ തള്ളിപ്പറയുന്നവൻ. നിങ്ങൾ 1-ാം വായനയിൽ ഇന്ന് കേട്ടു, അത് ഭാഗം ഞാൻ വായിച്ചില്ല. 1 യോഹന്നാൻ 5 2 തരം പാപമുണ്ട്. ഒന്ന് മരണാർഹമായ പാപം,
അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണ്ട എന്ന് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേട്ടു. ഇല്ലെങ്കിൽ ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അതെ, നിങ്ങൾ കുറച്ച് മുമ്പേ കേട്ടത് ആണ് അത് ഞാൻ വായിക്കാം. 1 യോഹന്നാൻ അധ്യായം 5:16. മരണാർഹമല്ലാത്ത പാപം സഹോദരൻ ചെയ്യുന്നത് ഒരുവൻ കണ്ടാൽ അവൻ പ്രാർത്ഥിക്കട്ടെ, അവന് ദൈവം ജീവൻ നൽകും. മരണാർഹമല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമാണിത്. മരണാർഹമായ പാപമുണ്ട്, അതേപ്പറ്റി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ അധർമ്മവും പാപമാണ്. എന്നാൽ മരണാർഹമല്ലാത്ത പാപവും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചാവദോഷം എന്ന് പറയാറുണ്ടല്ലേ. ചാവദോഷം എന്ന് പറഞ്ഞാൽ എന്താ? ആ പാപം ചെയ്താൽ ചത്തുപോയിന്ന്. ആരാ ചാകുന്നത്? എൻ്റെ ശരീരമല്ല, എൻ്റെ ആത്മാവ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ മരിക്കുന്നു. ആരത്തോട് കർത്താവ് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ ഫലം ഭക്ഷിക്കുമ്പോൾ നീ മരിക്കും. ആദോവായും കുശാലെ ഭക്ഷണം ആ ഫലം തിന്നു, പക്ഷെ അവർ ചത്തില്ല. അവരുടെ ആത്മാവാണ് മരിച്ചത്. ആദാം 936 വർഷം ജീവിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരം ജീവിച്ചു. ഹല്ലേലൂയ. എന്നാൽ അവൻ്റെ ആത്മാവ് മരിച്ചു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കൂ നമ്മൾ പറയും ഇല്ലേ? എന്താണ് ജീവൻ? യഥാർത്ഥ ജീവൻ നിത്യജീവനായ യേശുക്രിസ്തുവുമായി ഒരു ബന്ധത്തിലിരിക്കുന്നവൻ ആണ്. ഈ ബന്ധമാണ് നമുക്ക് ജ്ഞാനസ്ഥാനത്തിൽ കിട്ടിയത്. യേശു എൻ്റെ രക്ഷകനായി മാറി. ഹല്ലേലൂയ. യേശുവിലൂടെ യേശുവിൻ്റെ പിതാവ് എൻ്റെ പിതാവായി, അങ്ങനെ ഞാൻ മകനായി, മകളായി, ഒരു ബന്ധമുണ്ടായി. എങ്ങനെ? അത് ഈ യേശുവിൻ്റെ ജീവനിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. ഇത് ചത്തതല്ല. എന്നാൽ ആ ബന്ധം നിർത്തുമ്പോൾ, അതായത് ജീവിക്കുന്ന യേശുക്കുന്ന ദൈവവുമായുള്ള ബന്ധം മുറിക്കുമ്പോൾ, ഒരുപക്ഷെ അവൻ പ്രാസംഗികനായിരിക്കാം, കന്യാസിയായിരിക്കാം, അച്ഛനായിരിക്കാം, മാർപ്പാപ്പ പോലുമായിരിക്കാം, പക്ഷേ ചത്തുപോയി. മാരക പാപത്തിൽ ആണ്. യേശുവുമായി ബന്ധം കളഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ യേശുവുമായുള്ള ബന്ധം തകർക്കുന്നത് എന്തോ അതാണ് മാരക പാപം. ഇതാണ് യേശു പറഞ്ഞത്, എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല എന്ന്. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ളതാണ് അല്ലേ? പലപ്പോഴും സംശയം ഉണ്ടാകും ഇതെന്താണെന്ന്. പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വായിക്കേണ്ടത് 1 യോഹന്നാൻ 12:3. 1 യോഹന്നാൻ അധ്യായം 12:3. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും യേശു കർത്താവാണെന്ന് പറയുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിലൂടെയാണ് ഒരു ക്രിസ്ത്യാനി യേശു ക്രിസ്തു ദൈവമാണെന്ന് പ്രഘോഷിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, കെസറിയ ഫിലിപ്പിയിൽ വെച്ച് പത്രോസ്ലീഹ യേശുവിനെ ഏറ്റുപറഞ്ഞു, നീ സത്യമായും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ്. മത്തായി 16:16. മത്തായി 16:16. അപ്പോൾ എന്താ കർത്താവ് പറഞ്ഞത്? മാംസവും മജ്ഞയുമല്ല ഇത് വെളിപ്പെടുത്തിയത്, ദൈവത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. അപ്പം ഒരുവനെ ഹൃദയത്തിൽ യേശു കർത്താവെന്ന് പറയിപ്പിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. നേരെ തിരിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാതിരിക്കുവാൻ, അഥവാ ആ സ്വീകരിപ്പെടുത്തു മാറ്റുന്നവനാണ് പിശാച്. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം. അതായത് എൻ്റെ ഹൃദയത്തിൽ ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തത്. അപ്പോൾ എന്നിൽ രക്ഷകനില്ലെങ്കിൽ എനിക്ക് രക്ഷ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ക്ഷമയുടെ പ്രശ്നമില്ല, ഞാൻ നരകത്തിൽ ആണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെയാണ് റോമ 8:1 നിങ്ങൾക്കെല്ലാം അറിയാം. ആകയാൽ യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ ഇനി ശിക്ഷാവിധി ഇല്ല. റോമ 8:1. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഞാൻ പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തുവിലായിരുന്നുകൊണ്ട് യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ രക്ഷകൻ, യേശുവിൻ്റെ കർത്താവ് എന്ന ആ ബന്ധം സ്ഥാപിച്ചു കൊണ്ടേ പോകുന്നു. എപ്പോൾ ഞാൻ ആ ബന്ധം നിർത്തുന്നുവോ അപ്പോൾ ഞാൻ മൃതയായി കഴിഞ്ഞു. ശരീരം ജീവനുള്ളതായിരിക്കാം. നമുക്ക് ധാരാളം പേരെ കാണാൻ സാധിക്കും. വലിയ ഒരു പക്ഷെങ്കിൽ രാഷ്ട്രീയക്കാരനായിരിക്കാം, സാമൂഹ്യ പ്രവർത്തകൻ, ഞാൻ പറയുന്നു വലിയ വചന പ്രഘോഷകനായിരിക്കാം.
അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവൃത്തികളും ചെയ്തേക്കാം. നമ്മളൊക്കെ ഓർക്കും, ഓ വിശുദ്ധനായ അച്ഛൻ, അല്ലെ വിശുദ്ധനായ വചനപ്രഘോഷകൻ, വിശുദ്ധനായ മാർപ്പാപ്പ, അല്ലെങ്കിൽ വിശുദ്ധനായ മെത്രാൻ എന്നൊക്കെ നമ്മൾ പുറമേയുള്ള പലതും കൊണ്ട് പറഞ്ഞേക്കാം. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ യേശുമായുള്ള ബന്ധം ഇല്ല എങ്കിൽ അവനും അവളും പിശാചിന് ഉള്ളവർ ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് മക്കളെ ഞാൻ ഈ ക്ലാസ് തരുന്നതിൻ്റെ ഉദ്ദേശം. ഓരോ ദിവസം വെളുക്കുമ്പോഴേ തീരുമാനമെടുക്കണം, ഞാൻ എൻ്റെ യേശുവിലാണ് എന്ന്. തീരുമാനമെടുത്താൽ പോരാ, അനുഭവിക്കണം. എങ്ങനെ? ആത്മാവ് നിൻ്റെ ഉള്ളിൽ സജീവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അതുകൊണ്ടാണ് എന്നും പരിശുദ്ധാത്മാവിനോട് ഗുഡ് മോർണിംഗ്, സുപ്രഭാതം പറഞ്ഞ് എഴുന്നേൽക്കണമെന്ന് ഞാൻ പറയുന്നത്. എഴുന്നേൽക്കുമ്പോഴേ പരിശുദ്ധാത്മാവെ സ്തോത്രം, പരിശുദ്ധാത്മാവെ നന്ദി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെ വരൂ, കം ഹോളി സ്പിരിറ്റ്. ഇത് ജീവിതത്തിലുടനീളം അതെ പറയണം. കാരണം കൂരാശ സ്വീകരിക്കാത്ത ഹൈന്ദവനാകട്ടെ, കൂരാശ സ്വീകരിക്കാത്ത വേറൊരു ജാതിക്കാരനാകട്ടെ, അതായത് സ്നാനം സ്വീകരിക്കാത്തവൻ, അവനും അതെ പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ അവനിൽ വരും പരിശുദ്ധാത്മാവ്. അപ്പോൾ അവന് യേശുവേ എൻ്റെ കർത്താവ് എന്ന് പറയാൻ കഴിയും. അങ്ങനെ പറയുന്ന മാമോദീസ സ്വീകരിക്കാത്ത ഒരു സഭയിലും അല്ലാത്ത, കത്തോലിക്ക സഭയിലോ മർത്തോമ സഭയിലോ യാക്കോബ സഭയിലോ ഒന്നും അല്ലാത്ത ധാരാളം ക്രിസ്ത്യാനികൾ, ഞാൻ പറയും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ലോകത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളൊക്കെ പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഇറാനിലും മറ്റും ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ അത് യേശു ക്രിസ്തുവിനെ വിളിക്കുന്നു, വലിയ ക്രിസ്മസ് ആഘോഷിച്ചു എന്ന്. അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ പഞ്ചാബിലെ നിങ്ങൾ കേട്ടു, 30% പഞ്ചാബികളും ഇപ്പോൾ യേശുവിനെ രക്ഷകനായിട്ട് ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. അവരാരും മർത്തോമ സഭയിലോ യാക്കോബായ സഭയിലോ കത്തോലിക്ക സഭയിലോ അല്ല, ഈ സഭയിലോ മതത്തിലോ അല്ല. പിന്നെയോ ഉള്ളിൻ്റെ ഉള്ളിൽ അത് യേശുവിനെ അവർ കണ്ടുമുട്ടി. കാരണം അവർ ഹൃദയം യേശുവിനായിട്ട് തുറന്നു കൊടുത്തു. യേശുവുമായൊരു ബന്ധം പരിശുദ്ധാത്മാവിലൂടെ സ്ഥാപിച്ചു. യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ സകലസ്വവും എന്ന ബോധ്യം. അങ്ങനെ യേശുവിൽ അവർ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മനസ്സിലാക്കണം, ഒരുപക്ഷെ അവർ സഭയിൽ ജീവിക്കുന്നില്ല. നമ്മളൊക്കെ സഭയിൽ ജീവിക്കുന്നവരാണ്. ഞാൻ മർത്തോമാക്കാരെ കാണുന്നു, യാക്കോബക്കാരെ കാണുന്നു. ഭൂരിപക്ഷം നിങ്ങളും കത്തോലിക്കരാണ്, നിങ്ങളെല്ലാം സഭക്കാരാണ്, നിങ്ങളെല്ലാം സഭയിലാണ്. ഇവിടെ നെഞ്ചത്ത് കൈവച്ച് നോക്കണം, ഞാൻ യേശുവിൽ ആണോ? ഹല്ലേലൂയ. സഭയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുംസാരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പുറമേ ഉള്ളതെല്ലാം ഉണ്ട്, എൻ്റെ ശരീരം ജീവിക്കുന്നു. പക്ഷേ എൻ്റെ ആത്മാവിൽ യേശുവിനോട് യോജിച്ച് യേശുവിനെ എൻ്റെ രക്ഷകനായി എൻ്റെ എല്ലാ ജീവിതത്തിലും ഞാൻ പ്രഖ്യാപിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതെ, എൻ്റെ വചനം കേട്ട ഒരു കോടീശ്വരൻ തൃശ്ശൂരിൽ നിന്ന് ഒരു സ്വർണ്ണക്കടക്കാരൻ എന്നെ കാണാൻ വന്നു. ഞാൻ ഓൺലൈനിൽ എൻ്റെ ഒരു പ്രസംഗം കൊടുത്ത അത് കേട്ടതാണ്. ഒന്നാന്തരം കത്തോലിക്കൻ, തൃശ്ശൂരിലാം കത്തോലിക്കൻ നിങ്ങൾക്കറിയാം. അവരെല്ലാം പള്ളിയിൽ പോകുന്നവരാ, നമ്മളെക്കാൾ ആഘോഷങ്ങൾ നടത്തുന്നവരാണ്. ഈ കഴിഞ്ഞിരുന്നാൾ ഇതൊക്കെ വലിയ ഭയങ്കര അമ്പ് പെരുന്നാളെന്ന് പറഞ്ഞാൽ, പിണ്ടി പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ, ദൈവമേ, ഈ തൃശ്ശൂർക്കാർ തുള്ളിച്ചാടിയ ഭയങ്കര കത്തോലിക്കലാണ്. നിങ്ങൾ കണ്ടല്ലോ ക്രിസ്മസിൻ്റെ ആഘോഷം. ക്രിസ്മസ് പാപ്പാമാരെ മറ്റും അവതരിപ്പിച്ചത് ആയിരക്കണക്കിന് പേരെയാണ്. അതൊക്കെ തൃശ്ശൂർക്കാർ വളരെ മിടുക്കരാണ് പുറമേയുള്ള എല്ലാം കാണിക്കാനായിട്ട്. അതെ, ആ മനുഷ്യൻ അതെ എൻ്റെ അടുക്ക പറയുകയെന്ന് വെച്ചാൽ, കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ഞാൻ പള്ളിയിൽ കൊണ്ടുവന്ന് ഞാൻ അത് ഏറെ സ്വർണം കൊടുക്കും. അതുപോലെ ഏത് കരിസ്മാരി ധ്യാനത്തിന് പോയാലും എൻ്റെ സ്തോത്രക്കാഴ്ചയാണ് ഏറ്റവും വലിയ പണക്കെട്ട്. എന്നാൽ ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടപ്പോൾ കരഞ്ഞു. എൻ്റെ ഉള്ളിൽ ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല. എല്ലാവരും ഓർക്കുന്ന ഞാൻ വലിയ കത്തോലിക്കനാണ്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന കത്തോലിക്കനാണ്, സഭയ്ക്ക് ഉപകാരം ചെയ്യുന്ന കത്തോലിക്കനാണ് എന്നെല്ലാവരും. ഞാൻ മരിച്ചടക്കുമ്പോൾ കണിശമായിട്ടും മെത്രാന്മാർ 2 പേരും വരും എന്നെ അടക്കാൻ. വേറെ മെത്രാന്മാരും വന്നേക്കും. ശവസംസ്കാരം ഓടിയായി നടത്തും. പക്ഷേ അതെ, ഞാനിപ്പോൾ തന്നെ മരിച്ചവൻ ആണ്. ഹല്ലേലൂയ. അതെ, ഞാൻ ആ പണം വെച്ച് ചെയ്യുന്ന ദുരുപയോഗങ്ങൾ എല്ലാം പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ. ഞാനത് നിങ്ങളോട് പറയുന്നില്ല, അത് നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
അദ്ദേഹം എല്ലാം ഏറ്റു പറയുക, അച്ഛാ എൻ്റെ തന്നെ സ്വർണ്ണക്കട, എൻ്റെ തന്നെ പണം ആണ്, അത് പിശാചിൻ്റെതാണ്. ആ പിശാചിൻ്റെ പണമാണ് ഞാൻ പള്ളിക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, തലമുടി നരച്ചവർക്ക് തൃശ്ശൂരിൽ ഒരു പിതാവുണ്ടായിരുന്നു, കുണ്ടുകുളം എന്ന് പറഞ്ഞ്, ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുള്ള 1-2 തവണ. വളരെ സരസമായിട്ട് തൃശ്ശൂർ ഭാഷയിൽ നമ്മളെ സന്തോഷിപ്പിക്കുമായിരുന്നു പ്രസംഗിച്ച്. ഒരു പരിശുദ്ധനായ ഒരു പിതാവായിരുന്നു. അപ്പം അദ്ദേഹം പറയുമായിരുന്നു പലപ്പോഴും തൃശ്ശൂരുള്ള മുതലാളിമാരോട്, നിങ്ങളുടെ സ്വർണം നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോയില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ യേശു ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകൂ എന്ന് പറയുന്ന ഒരു മെത്രാനായിരുന്നു അദ്ദേഹം ഓരോ കടകളിലും ചെന്ന് തെണ്ടുമായിരുന്നു, ഓരോ ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ട് പറയുമ്പോൾ പിശാചിൻ്റെ പണം എനിക്ക് വേണ്ട എന്ന്. ഹല്ലേലൂയ. യേശുവിനായിട്ടാണെങ്കിൽ മാത്രം മതി എന്ന്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, പ്രിയപ്പെട്ടവർ, നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോൾ, ഓരോ വ്യവഹാരങ്ങളും ജീവിതത്തിൽ ചെയ്യുമ്പോൾ, കടയിൽ പോയിട്ട് ഞാൻ പറയുന്ന പോലെ ഒരു റാത്തൽ ഉള്ളി മേടിക്കുകയായിരിക്കട്ടെ, 1 കിലോ ഉള്ളി പാവപ്പെട്ട മനുഷ്യൻ റോഡരി ചെയ്യുന്നതുകൊണ്ട് 1 കിലോ ഉള്ളി തൂക്കി തരികയാണ്. അപ്പം നമ്മൾ എന്നാ എടുക്കും, ഇങ്ങോട്ടിടുമ്പം 2 കൂടി എടുത്ത് അങ്ങോട്ടിടും. ഏതായാലും ഞാൻ 1 കിലോ മേടിക്കുന്നതല്ലേ, 1-2 കൂടെ എടുത്തിട്ടേക്കാം. അത് കള്ളത്തരമാണ്. അത് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ഞാൻ ഒരു ഉള്ളി പിടിച്ചു പറിക്കുകയാണ് എന്ന് ചിന്തിക്കാൻ എത്ര കത്തോലിക്കനുണ്ട്. അമ്മച്ചി പറഞ്ഞു അവലിച്ച് നോക്കി. ഞാൻ പലപ്പോഴും കടകളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇപ്പം എനിക്ക് 2 കാലം നടക്കാൻ വരാത്തതുകൊണ്ട് കാണുന്നില്ല. കടകളിൽ പോയിരിക്കാനൊക്കെ സാധിക്കും. അത് തൂക്കി അവന് അതങ്ങോട്ട് ഇടുമ്പോഴേ അതിൽ നിന്ന് ഒരു ഉരുളക്കിഴങ്ങ് അല്ലെ ഉള്ളി എടുത്ത് നമ്മുടെ കൊട്ടയിലോട്ടിടും. മനുഷ്യ കാണുന്നെന്താ, ഏതായാലും മേടിക്കുന്ന അവൻ്റെ ഒരെണ്ണം പോയിട്ട് അവനെന്നെ നഷ്ടം. പക്ഷെ അത് ഞാൻ മോഷ്ടിക്കുകയാണ്, അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. അത് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ടോ? കള്ളം പറയുമ്പോൾ നമ്മൾ അവൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. യോഹന്നാൻ 8:44 അത് ഞാൻ വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വചനത്തിലൂടെ കാണാൻ സാധിക്കും. അത് പിശാചിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ സ്വഭാവവും എന്ത് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:44 നോക്കൂ. അവൻ കൊലപാതകിയാണ്, അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പം സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്, കാരണം അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ്. അപ്പോൾ പിശാചിൻ്റെ സ്വഭാവം എന്താണ്? നുണ പറയുക. ഒന്ന് ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമ്മൾ കുമ്പസാരിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ വ്യഭിചാരം ചെയ്തോ, അബോർഷൻ നടത്തിയോ എന്നൊക്കെ നമ്മൾ പല ആത്മശോധന നടത്തുമ്പോൾ ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കേണ്ടതാണ്, ഞാൻ എത്ര കള്ളം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ അയൽക്കാരോട്, എൻ്റെ കൂട്ടത്തിലുള്ളവരോട്. ഞാനൊരു പക്ഷേ ബീം പഠിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം, ലോകത്തിൽ മുഴുവൻ ഈ രാഷ്ട്രീയക്കാരും ഈ അച്ഛന്മാരും കള്ളത്തരം കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ 2 ദിവസം മുമ്പൊരു വ്യക്തി എൻ്റെ അടുക്കൽ വന്നു. ഏറെയധികം ഇത് ഉണ്ടല്ലോ, വൈദികരെ പറ്റിയും മെത്രാന്മാരെ പറ്റിയും പള്ളിയെപ്പറ്റിയും കുറ്റപ്പെടുത്തിയുള്ള വീഡിയോ ഇറക്കുന്ന ഒരു മഹാൻ ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു 35-38 വയസ്സുള്ള മനുഷ്യൻ പറഞ്ഞു. എന്നാ പറഞ്ഞെന്നറിയാമോ? അച്ഛാ, ഞാൻ എല്ലാ മെത്രാന്മാരെയും തെറി പറഞ്ഞുകൊണ്ട് വീഡിയോ ഇറക്കി. പല ആളുകളും പറഞ്ഞു അവരുടെ ശാപം കിട്ടുമെന്ന്. ഞാൻ ശാപത്തിലൊന്നും വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞ് അച്ഛന്മാരോ മത്താനോ മാപ്പാപ്പ ശപിച്ചാൽ എനിക്കൊരു പുല്ലുമില്ല എന്ന് ഞാൻ പച്ചയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തൊരു നാളിൽ 3-4 വീഡിയോ ഇറക്കി സ്തോത്രക്കാഴ്ചയെപ്പറ്റി. സ്തോത്രക്കാഴ്ച എന്ന് പറഞ്ഞാൽ സൂത്രക്കാഴ്ചയാണ്. ആ സൂത്രത്തിലൂടെ പൈസ ഉണ്ടാക്കണം അച്ഛന്മാരും സ്ഥാപനങ്ങളും. നിങ്ങളൊന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് വൈദികർ പോകുന്നു, കള്ളു കുടിക്കുന്നു, പെണ്ണ് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ മ്ലേച്ഛമായ വീഡിയോ ഇറക്കി. അച്ഛാ, ഞാൻ ചോദിച്ചു, അതിനെന്താ കുഴപ്പം? സത്യമല്ലേ താൻ പറഞ്ഞത്? അച്ഛാ, എൻ്റെ ഹൃദയത്തിലാണ് ഏറ്റവും വലിയ അസത്യം. ഞാനൊരു വചനപ്രഘോഷകൻ ഇപ്പോഴുമാണ്, മുമ്പുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഒത്തിരി ത്രില്ല് കിട്ടാൻ, ഒത്തിരി പേരെ കിട്ടാൻ ഇങ്ങനത്തുള്ളത്. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അതായത് അച്ഛനെ തെറിവെന്ന വീഡിയോ ആണെങ്കിൽ ഒത്തിരി പേര് കാണും. വൈദികരെ പറ്റിയോ മെത്രാനെ പറ്റിയോ പള്ളിയെപ്പറ്റിയൊക്കെ ചീത്ത പറഞ്ഞാൽ, അയ്യോ അച്ഛൻ പോയി ഒരു പെണ്ണ് കെട്ടിയല്ല, കന്യാസിയെ ഗർഭിണിയാക്കി, അതൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ കാണും. അതായത് തിന്മയായിട്ടുള്ള ഒരു വീഡിയോ കാണാൻ എന്തൊരാഗ്രഹം. അതുകൊണ്ട് തിന്മയായിട്ട് ജിജ്ഞാസയെ
തട്ടി ഉണർത്തിക്കൊണ്ട് ഒത്തിരി പ്രേക്ഷകരെ കിട്ടാൻ. അപ്പോൾ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യും, കാണാൻ സാധിക്കും. 1 ലക്ഷം 10 ലക്ഷം. ഈ അടുത്തൊരു നമ്മൾ കാണുന്ന ഈ ഡോക്ടർമാർ, നിങ്ങൾ ഏത് പഴവും തിന്നോ, ഏത് ഡയബറ്റിക്കിനും വാഴപ്പഴം തിന്നാം, ഒരു കുഴപ്പമില്ല, അപ്പോഴത്തോ വാഴപ്പഴം തിന്നാം. ചുമ്മാതെ ഈ ഡോക്ടർമാർ ഒരു ഡോക്ടറാണല്ലോ പറഞ്ഞ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വീഡിയോ എല്ലാം നോക്കും. ഡയബറ്റിക്കാർക്ക് അത് തിന്നാം, ഇത് തിന്നാം, ഇത് തന്നെ. അപ്പോൾ കേൾക്കുമ്പോൾ നോക്കുക, എല്ലാം നോക്കുമ്പോൾ കാണാം 1 ലക്ഷം പേര് 10 ലക്ഷം പേരൊക്കെ അത് ഡോക്ടർ ആണല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് എത്ര പേരാ ചതിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ? നമുക്കറിയാം, വാഴപ്പഴം പഞ്ചസാരയാണ്. ഹല്ലേലൂയ. ആരാരും പഞ്ചസാര എടുത്താൽ ഡയബറ്റിസ് കൊള്ളുകയില്ല, ഏത് ഡോക്ടറുടെ മാർപ്പാപ്പ പറഞ്ഞാലും. അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ നമ്മുടെ നമ്മുടെ ഡോക്ടറോട് ചോദിച്ച് ഡയറ്റീഷ്യനോട് ചോദിച്ച് നമ്മൾ ക്രമം പാലിക്കണം. ഈ ഡോക്ടർമാർ പറയുന്ന കേട്ടുണ്ടല്ലോ, ഈ ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാമോ? മഹാന്മാർ ഡോക്ടർ ഇനി ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏറെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുകയാണ്. അതേപ്പറ്റി ഞാനൊരു വീഡിയോ ഇറക്കാൻ പോവുകയാണ് ഞാൻ. കാരണം ഒത്തിരി ഡോക്ടർമാർ എഴുതുകയാണ് തനി പൊട്ടത്തരം പറയുന്നത്. അത് മനുഷ്യൻ്റെ മനസ്സിൽ 2 കൂട്ടരെ മനുഷ്യൻ വിശ്വസിക്കുന്നു. ആരെയാ? ഡോക്ടർമാരെ, അച്ഛന്മാരെ. അച്ഛന്മാരെല്ലാം പറയുന്നത് ദൈവവാക്യമെന്ന് എല്ലാവരും ഓർക്കുന്നത്. പ്രിയരെ, അച്ഛന്മാർ പറയുന്നത് എല്ലാം ദൈവവാക്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ദൈവത്തിൻ്റെ വചനം ബൈബിളിൽ നിന്ന് പറയുന്നില്ല, ഇത് അവൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അതുപോലെ ഈ ഡോക്ടർമാർ പറയുന്നത് എല്ലാം ദൈവവചനമല്ല. അവർ ദൈവീയ കാര്യത്തിന് വേണ്ടിയല്ല, പണം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം. ഈ മനുഷ്യൻ എന്നോട് പറയാണ്, അച്ഛാ, ഞാൻ ഈ വീഡിയോ എല്ലാം ഇറക്കിയത് പച്ചക്കള്ളം പറഞ്ഞത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ സബ്സ്ക്രൈബേഴ്സായി, എനിക്ക് കുറേ വരുമാനവും കിട്ടി. അച്ഛാ, ഞാൻ പറഞ്ഞ മുഴുവൻ പച്ചക്കള്ളമായിരുന്നു. അച്ഛൻ്റെ ആ ഒരു പ്രസംഗമാണ് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചത്. കള്ളം പറയുന്നവൻ പിശാചിൻ്റെ സ്വഭാവമുള്ളവനാണ്. അച്ഛാ, ഞാൻ ഈ വീഡിയോയിലെല്ലാം കാണിച്ചത് പിശാചിൻ്റെ സ്വഭാവമാണ്. ഞാൻ പലപ്പോഴും രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തുമായിരുന്നു. കോൺഗ്രസ്സുകാരായാലും BJPക്കാരായാലും എല്ലാവർക്കും കറപ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നുണയാണ്, എല്ലാം കളിപ്പീരാണ്. അവരെല്ലാം വിമർശിക്കുമായിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയില്ല. എനിക്കാണ് സത്യത്തിൽ പിശാചിൻ്റെ സ്വഭാവമുള്ളത്. ഞാൻ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞത് സത്യത്തിൽ എൻ്റെ സ്വഭാവമാണ്. അച്ഛാ, എനിക്കൊന്ന് കുമ്പസാരിക്കണം, ബാക്കി എനിക്ക് നിങ്ങളോട് പറയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, മോനെ, ആദ്യമേ ഈ വീഡിയോ പരിപാടി അങ്ങ് നിർത്ത്. സമ്മതിച്ചു. നിനക്ക് ഉള്ളതുകൊണ്ട് ജീവിച്ചാൽ മതി മോനെ. മതി അച്ഛാ. അതിന് കാരണമുണ്ട്. പലരും എന്നോട് പറഞ്ഞു ശാപമുണ്ടാകും. അവരെല്ലാം പരസ്യമായിട്ട് പറഞ്ഞു, ഏത് മാർപ്പാപ്പ ശപിച്ചാലും എനിക്കൊരു കൂന്തോക്കുമില്ല എന്ന്. അച്ഛാ, ഇപ്പോൾ അനുഭവിച്ചു. അത് എൻ്റെ 3 കുട്ടികൾ മിടുക്കരായിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് മന്ദബുദ്ധികളായിട്ട് വീട്ടിലിരിക്കുന്നു. എന്തു പറ്റിയെന്ന് ഒരു ഡോക്ടർമാർക്കും അറിയത്തില്ല. ഒരാൾ 6ൽ പഠിക്കുന്നതായിരുന്നു, മറ്റേത് 3ൽ പഠിക്കുന്നത്, മറ്റേ കടലിൽ അതായത് കിൻഡർഗാർട്ടനിൽ പഠിക്കുന്ന 3 പേരും ഇപ്പം സംസാരിക്കത്തില്ല, മന്ദബുദ്ധികളായി. അത് പ്രായമുള്ളവരായിരുന്നെങ്കിൽ വല്ല മയക്കുമരുന്നും എടുത്തതോ കള്ളു കുടിച്ചതിൻ്റെ ഫലമാണെന്ന് ഓർക്കാം. ഈ കുഞ്ഞുങ്ങളെല്ലാം എടുത്തിട്ടാണെന്ന്. അത് എൻ്റെ കണ്ണ് തുറന്നച്ചാ. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയുന്നത്, ഞാൻ എൻ്റെ കുർബാനയുടെ സമയത്ത് അമേരിക്കയുടെ കാര്യം പറഞ്ഞത് നിങ്ങൾ കേട്ടുമായിരിക്കും. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ തറടിക്കാനും മറ്റുള്ളവരെ പറ്റി കള്ളം പറയാനും ഒക്കെ വളരെ നല്ല എളുപ്പമാണ്. ഇവിടെയാണ് ആത്മശോധന ചെയ്യേണ്ടത്. ഞാൻ എവിടെ? ഞാൻ പിശാചിന് ഉള്ളവനാണോ? പിശാചിന് സ്വഭാവമാണോ എനിക്ക്? ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുർബാന കൈക്കൊള്ളുന്നുണ്ടായിരിക്കാം, പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രഘോഷിക്കുന്നത് പിശാചിനെ ആയിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് വസിക്കുന്നെങ്കിൽ അവൻ സത്യത്തിൻ്റെ ആത്മാവാണ്. അവൻ സത്യസന്ധമായി ജീവിക്കുകയുള്ളൂ. സത്യസന്ധത മാത്രമേ എന്നിലുണ്ടാവൂ. പ്രിയമുണ്ട്, ഞാനൊരു മഠത്തിൽ പോയി പ്രസംഗിച്ചപ്പോൾ ഓർക്കുകയാണ്, ഈ വിഷയം തന്നെ പറഞ്ഞത്. എത്ര സിസ്റ്റേഴ്സ് പറഞ്ഞു മതസുപ്പിയെ പറ്റി, കൂടെയുള്ള സിസ്റ്റേഴ്സിനെ പറ്റി. വെറുതെ കള്ളം പറയുക, ഏഷണി പറയുക, ചെയ്തതിൻ്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. എന്നിട്ട് അവരെല്ലാം വേഷമെല്ലാം ഉണ്ട്. വേഷത്തിൽ കന്യാസിയാണ്, വേഷത്തിൽ സുപ്പീര. എല്ലാവരും നാട്ടിൽ ഓർക്കുന്നു, കന്യാസി അമ്മയെന്നാണ് വിളിക്കുന്നത്. എന്നാൽ അമ്മയല്ലായിരുന്നു, പിശാചായിരുന്നു എന്ന്. പ്രിയപ്പെട്ട, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയുടെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവാണെങ്കിൽ ആ സത്യത്തിൻ്റെ ആത്മാവാണ്. ഹല്ലേലൂയ. യേശു വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ. അതോ ഇല്ലയോ? പലപ്പോഴും പറഞ്ഞു, വഴിയും സത്യവും ജീവനും
ഞാൻ ആകുന്നു. ഈ 3 വാക്ക് മറക്കരുത് മക്കളെ. യേശു വന്ന ഒരാൾ ക്രിസ്ത്യാനിയാക്കാനല്ല, കത്തോലിക്കനാക്കാനല്ല, മർത്തോമ ആക്കാനല്ല, വഴിയിൽ ആക്കാൻ. ഹല്ലേലൂയ. ഞാൻ പറയാനുള്ളത് പോലെ കോട്ടയത്ത് വെച്ച് യാക്കോബക്കാരുടെ കൺവെൻഷൻ പറഞ്ഞതുപോലെ നമ്മളെ മാർഗവാസികളാക്കുവാൻ. ഹല്ലേലൂയ. ഏതാണ് മാർഗം? ഏകമാർഗം യേശുവിൻ്റെ മാർഗം. ഞാനാണ് വഴി. ഹല്ലേലൂയ. യേശുവിൻ്റെ വഴി വിട്ട് വേറെ പല വഴികളുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ കർത്താവാണ്, യേശുവിൻ്റെ രക്ഷകനാണ്, അയ്യോ ഞാൻ മതിലേക്കെടുത്ത കത്തോലിക്കനാണ്, അയ്യോ ഞാൻ മാർപ്പാപ്പായുടെ കീഴിലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ആർക്കും രക്ഷ കിട്ടാൻ പോകുന്നില്ല എന്ന് പച്ചക്കെ ഞാൻ പറയുന്നു. ഹല്ലേലൂയ. അതെ, ആത്മശോധന ചോദ്യം, ഞാൻ വഴിയിലാണോ? നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യകാലത്ത് ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്ന ഒന്നാണ് വഴിയിലുള്ളവർ, മാർഗവാസികൾ എന്ന്. അതുകൊണ്ടാണ് പൗലോസ് മാർഗത്തിൽ വസിച്ചിരുന്നവരെ പീഡിപ്പിച്ചത്. ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞില്ല, ക്രിസ്ത്യാനികളെന്ന് അവരെ വിളിക്കാൻ തുടങ്ങി അന്ത്യോക്യയിൽ വെച്ചാൽ. ഹല്ലേലൂയ. അത് 6-ാം നൂറ്റാണ്ടിലാണ് അത് യേശു വിശ്വാസികളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അതിന് കാരണം എന്താണെന്നറിയാമോ? ക്രിസ്ത്യാനികളെ കളിയാക്കിക്കൊണ്ട് വിജാതിയരെ വിളിക്കുമായിരുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. സത്യത്തിൽ കളിയാക്കുകയല്ലായിരുന്നു, അത് സത്യമായിരുന്നു. അവർ ക്രിസ്തു ആയിരുന്നു. നമ്മൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, നാം യേശുവിലാണ്, നമ്മൾ വേറൊരു ക്രിസ്തുവാകണം. ഞാനിത് പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ ലോകത്തിൽ വേറൊരു ക്രിസ്തുവായിട്ടാണ് പ്രത്യക്ഷപ്പെടേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യമേ ക്രൈസ്തവർ അങ്ങനെയായിരുന്നു. അന്ത്യോക്യയിൽ അങ്ങനെ കണ്ടപ്പോൾ അവരെ കളിയാക്കി പറഞ്ഞു, ഇതാ ക്രിസ്തു പോകുന്നു, ക്രിസ്തു പോകുന്നു, ക്രിസ്തു പോകുന്നു. അങ്ങനെയാണ് ഈ ക്രിസ്ത്യാനി എന്ന സംജ്ഞ നമുക്കുണ്ടായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യത്തിൽ നമ്മൾ എവിടെ പോയാലും ഒരു ക്രിസ്തു ആയിരിക്കണം, എങ്കിൽ യഥാർത്ഥത്തിൽ യേശുവിൽ ആയിരിക്കുന്നുള്ളൂ. ആര് നോക്കിയാലും അവൾ ഒരു ക്രിസ്തുവാണ് എന്ന് പറയണം. ഈ സാക്ഷ്യമാണ് നമുക്ക് നഷ്ടമായത്. ഹല്ലേലൂയ. നമ്മൾ 1 യോഹന്നാൻ അധ്യായം 5, 10, 11, 12 നമ്മൾ വായിക്കുന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവർക്കൊരു സാക്ഷ്യമുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു സാക്ഷ്യം. എന്താ സാക്ഷ്യം? അരമണിക്കൂർ മുമ്പ് ബിജിലച്ചൻ സാക്ഷ്യം പറയിപ്പിച്ചു. രോഗശാന്തി കിട്ടി, അല്ലെങ്കിൽ ജോലി കിട്ടി, ഇങ്ങനത്തുള്ള ഭൗമിക കാര്യങ്ങൾ എനിക്ക് കിട്ടി എന്ന് പറയുന്നതാണ് കരിസ്മാറ്റിക്കൽ സാക്ഷ്യമായി പറയുന്നത്. എന്നാൽ ഏറ്റവും വലിയ സാക്ഷ്യം ആരും പറയാറില്ല. എന്താണ് ആ സാക്ഷ്യം? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സാക്ഷ്യം. അവനിൽ നിത്യജീവൻ ഉണ്ട്. ഹല്ലേലൂയ. എന്താണ് നിത്യജീവൻ? യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയാൽ അവനിൽ നിത്യജീവൻ ഉണ്ട്. ഹല്ലേലൂയ. ഈ സാക്ഷ്യമാണ് യഥാർത്ഥ സാക്ഷ്യം. അത് നമ്മൾ ആരും ആക്കുന്നില്ല, അത് പറയാൻ ആർക്കും ഇഷ്ടവുമില്ല. ഞാൻ കാരിസ്മാനിൽ വന്ന് ധ്യാനിച്ചു, പോട്ടെ വന്ന് ധ്യാനിച്ചു, അത് എൻ്റെ കൈയുടെ വേദന പോയി, തലവേദന പോയി, എൻ്റെ മകൾ സംസാരിക്കാൻ തോന്നി. അതൊക്കെ സാക്ഷ്യങ്ങൾ. അതാണ് ജീവജ്വാലാകാരി ജോലിയിലൊക്കെ വരുന്നത്. എന്നെ യഥാർത്ഥ സാക്ഷ്യമുണ്ട്. അതെ, ഞാൻ പോയി ധ്യാനം കൂടി, ഞാൻ വേറെ ക്രിസ്തുവായി, ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിലുമാണ്, നിത്യജീവൻ ഞാൻ സ്വന്തമാക്കി. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ സാക്ഷ്യം പറയാൻ കഴിയും? ഇനി ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അതെ, ആ അനുഭവമാണ് ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പലയിടത്തും. അതാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് പഞ്ചാബിലും ഇപ്പോൾ ആന്ധ്രാപ്രദേശത്തിലും തമിഴ്നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു വിശ്വാസ വിപ്ലവം, ആത്മാവിൻ്റെ വിപ്ലവം ലോകത്തിൽ നടക്കുകയാണെന്ന് ഓർക്കണം ഈ സമയത്ത്. ഞാൻ എൻ്റെ പുതിയ വർഷത്തിൻ്റെ സന്ദേശം വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞതുപോലെ അടുത്ത ഏകദേശം 15-20 വർഷങ്ങൾ ഭയങ്കര മാറ്റങ്ങളുടെ ഒരു വർഷമായിരിക്കും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് നമ്മൾ ഈ ടെലഫോണൊക്കെ തുടങ്ങിയതും മൊബൈലും അതുപോലെ തന്നെ ഒത്തിരി ഇൻ്റർനെറ്റ് പരിപാടികളും ഒത്തിരി യന്ത്രത്തിലുള്ള പരിപാടി. ഇപ്പം നമ്മൾ യന്ത്രത്തിൻ്റെ കാലത്താണ്. ഇനിയും വരാൻ പോകുന്ന യന്ത്രത്തിൻ്റെയും കഴിഞ്ഞൊരു കാലഘട്ടം. എല്ലാം എന്താ? അതിബുദ്ധി, അതാ AI എന്ന് പറയും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമ ബുദ്ധി, കൃത്രിമ ബുദ്ധിയുള്ള. ഇനിയിപ്പം മനുഷ്യൻ്റെ കാലമല്ല വരാൻ പോകുന്നത്. നിങ്ങൾക്കറിയാമോ, ഓൾറെഡി അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കടയിൽ ചെന്നാൽ മനുഷ്യരല്ല നിൽക്കുന്നത്, അവിടെ നിൽക്കുന്ന കൃത്രിമ മനുഷ്യൻ, കൃത്രിമ ബുദ്ധി വെച്ചുകൊണ്ട് മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളവർ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുകയാണെങ്കിൽ അയാൾ വന്ന് ഷെയ്ക്ക് ഹാൻഡ് തരും, ഗുഡ് മോർണിംഗ് എന്ന് പറയും.
മനുഷ്യൻ പറഞ്ഞെന്ന് വരികയില്ല. പക്ഷേ ഈ യന്ത്രം പറയും, യന്ത്രമല്ല, അതെ, മനുഷ്യനായിട്ടാണ് വരുന്നത്. എന്നിട്ട് കൈക്ക് പിടിച്ച് നിങ്ങളെ സാധനങ്ങളൊക്കെ കാണിക്കും, വിലയൊക്കെ പറയും. എന്നിട്ട് നിങ്ങൾ മേടിക്കുന്ന സാധനങ്ങൾ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാതെ കയ്യിലെടുത്തുകൊണ്ട് വന്ന് അതെ ആ പണമെല്ലാം നിങ്ങളെ കൊണ്ട് കൊടുപ്പിച്ച് അതെ അവസാനം വേണം കെട്ടിപ്പിടിച്ച് റുമ്പയും തന്നുവിടും. അതാണ് അതെ യുഗം വരുന്നതും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് ഓർക്കണം. അതായത് നമ്മളെപ്പോലുള്ള മനുഷ്യരെ വേണ്ടാത്തത്. നിങ്ങൾ ചില പടങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ കൃഷി ചെയ്തതും നെല്ല് വിതയ്ക്കുന്നതും കൊയ്തെടുക്കുന്നതും ആരാ? യന്ത്രങ്ങളാ. ഹല്ലേലൂയ. ഇത് ഇനി ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI. നിങ്ങളിപ്പോൾ പല പടങ്ങളും കാണാറുണ്ട് ഈ വീഡിയോയിലും മറ്റും. പലതും ഓർക്കുന്നത് യഥാർത്ഥമാണെന്ന് അല്ല. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ലോകത്തിൽ എന്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ മഞ്ഞാക്കച്ചനോടെ പ്രസംഗിക്കൊണ്ടിരിക്കുന്ന ഈ സ്വരം എടുത്ത് എൻ്റെ ഈ രൂപവും മുഖവും എടുത്ത് ഞാൻ ഒരു സ്ത്രീയുമായിട്ട് വ്യഭിചാരം ചെയ്യുന്ന ഈ സമയത്ത് തന്നെ കാണിക്കാൻ പറ്റും. അത്രമാത്രം അതെ ബുദ്ധിയുള്ളതാണ്, അതിബുദ്ധിയുള്ളതാണ് ഈ AI. നിങ്ങൾ ഓർക്കണം. അങ്ങനെ എത്ര പേരെ താരടിക്കുന്നു, എത്ര പേരെ കള്ളന്മാരാക്കുന്നു, കൊലപാതകളാക്കുന്നു നിങ്ങൾക്കറിയത്തില്ല. അപ്പം വലിയൊരു യുഗത്തിലേക്ക് വലിയൊരു മാറ്റിമറിച്ചിൽ ഉണ്ടാകുന്നു. ഇവിടെയാണ് ഒരുപക്ഷെ പല മതങ്ങളും ഇല്ലാതായി എന്ന് വരും, പല സഭകളും ഇല്ലാതായി വരും, പള്ളികളും ഇതെല്ലാം ഇല്ലാതായി വരും. ഒരുപക്ഷെ അത് വരാൻ പോകുന്ന ആളുകൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സ്നേഹിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു ജനതയായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം സമറിയക്കാരി സ്ത്രീയോട് ആ കിണറ്റുകരയിൽ വെച്ച് പറഞ്ഞത്, സമയം വരുന്നു, അതാ വന്നു കഴിഞ്ഞു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ. പത്രോസ് അതിനെ പറഞ്ഞു, ജഡത്തിൽ ശരണം വയ്ക്കാതെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഹല്ലേലൂയ. അപ്പോൾ ഒരു സത്യവിശ്വാസത്തിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടമുണ്ടാകും. അപ്പോൾ പാരമ്പര്യ ക്രിസ്ത്യാനികൾ, പാരമ്പര്യക്കാർ ഇന്നൊരു പക്ഷേ ചൊറിയും, എല്ലാം നഷ്ടപ്പെട്ടു. ഇല്ല, ഞാൻ കാണാൻ പോകുന്നതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതും ഭാവിയെപ്പറ്റി നോക്കുമ്പോഴും നമ്മുടെ യുവതലമുറ നമ്മളെക്കാൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. കയ്യടിച്ച് കർത്താവിനെ സ്തുതിക്കാം. നമ്മളെപ്പോലെ അന്ധരായിരിക്കില്ലവർ, എല്ലാത്തിനും മിഴി തുറന്നു കൊടുക്കും. ഇന്ന് തന്നെ അത് കാണാം, അതിൻ്റെ അടയാളങ്ങൾ. നിങ്ങളുടെ പല മക്കളും പറയുന്നില്ലേ, ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നില്ല, കുംസാരിക്കാനും പോകുന്നില്ല. എത്ര മാതാപിതാക്കളാണ് ഞാനിവിടെ ശനിയാഴ്ച ഇരിക്കുമ്പോൾ വന്ന് പറയുന്നത്, അച്ഛാ എൻ്റെ മക്കൾ പള്ളിയിൽ പോകുന്നില്ല, കുർബാനയ്ക്ക് പോകുന്നില്ല, കുംസാരിക്കാനും പോകുന്നില്ല, ഒന്നും പറഞ്ഞാൽ കേൾക്കേലച്ച. എന്താണെന്നറിയാമോ? കാരണം മാതാപിതാക്കൾ കാണിക്കുന്ന ക്രിസ്ത്യാനിറ്റി, മാതാപിതാക്കൾ അനുഷ്ഠിക്കുന്ന ക്രിസ്തുമതം എനിക്ക് വേണ്ട. അതാണ് അവരുടെ മനസ്സിൽ. അപ്പൻ കള്ളു കുടിക്കും, അമ്മയായിട്ടും വഴക്ക്, അമ്മയും കള്ളം പറയും, കള്ളത്തരം കാണിക്കും, എല്ലാം കാണിച്ചിട്ട് പള്ളി വന്നിട്ട് എൻ്റെ പിഴ നികിടി ഇടിച്ച് കുമ്പസാരവും നടത്തും. അത് കുർബാനയും കൈക്കൊള്ളും, കൈസ്മാറ്റിക്ക് വരുമ്പോൾ കൈ പൊക്കി യേശുവേ സ്തോത്രം ഹല്ലേലൂയ. ഇതെനിക്ക് വേണ്ട. ഇത് ഇന്ന് നമ്മുടെ യുവതലമുറ വേണ്ടാന്ന് വെച്ചു. ഉദാഹരണം ഞാൻ പച്ചക്ക് പറയാം. ഉദാഹരണം, കുർബാനയ്ക്ക് പോകാത്തതിനൊരു കാരണം ഈ ഇന്നത്തെ സീറോ മലബാർ സഭയിലെ അടി. അനുരജ്ഞതരായി തീർന്നിടാമെന്ന് പാട്ടും പാടിയേച്ച് അതെ കാണിക്കുന്ന കോമ്പ്രാഞ്ചം ഓരോ ദിവസവും പത്രത്തിൽ നമ്മൾ വായിക്കുന്നു, ഇല്ലേ? നിങ്ങൾക്കാർക്കും അതിന് കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. നമ്മളൊക്കെ തല നരച്ചു. ഇനിയും അതെ കുഴിയിലേക്ക് പോകാൻ സമയമായി. എന്നാൽ കൊച്ചു കുട്ടികൾ ബുദ്ധിയുള്ളവർ നമ്മളെക്കാൾ അറിവുള്ളവരാണ്. ഇതാണോ കൂദാശ? ഇപ്പോൾ പലതും മാതാപിതാക്കൾ തന്നെ നേരിട്ട് പറയും. പ്രിയമല്ലത് ഞാൻ പറയുന്നത് ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, ഞാൻ സീറോ മലബാറിനെയോ ലത്തീനെയോ ഒന്നും കുറ്റപ്പെടുത്തിയല്ല. ഈ യുവതലമുറ ഇന്നത്തെ തലമുറയുടെ കള്ളത്തരം, അതായത് സത്യമില്ലായ്മ അടുത്ത തലമുറ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ അസത്യം അവർ വകവയ്ക്കില്ല, അസത്യത്തിലൂടെ പോവില്ല എന്ന് പറഞ്ഞാൽ കള്ളക്രിസ്ത്യാനികളായിട്ടുള്ളവരായിരിക്കില്ല യേശു ക്രിസ്തുവിലെ ഇനി ഉണ്ടാകാൻ പോകുന്നത്. പിന്നെയോ സത്യക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എല്ലായിടത്തും ഉദാഹരണം നമുക്കറിയാം, ബാങ്കിൽ ഇപ്പം എല്ലാം ബാങ്ക് വഴിയാണ് നമ്മുടെ എല്ലാ ഇടപാടും. കള്ളപ്പണം പറ്റുകയില്ല, ഉണ്ടോ? നമുക്ക് ഏതായാലും കുറച്ച് പണമേ കൈവച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ, കൂടുതലുണ്ടെങ്കിൽ പോലീസ് പിടിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം സുതാര്യമാക്കുകയാണ്. ആണോ? നമുക്കറിയാം, നമ്മുടെ കണക്കുകളായാലും വീട്ടിലേക്കായാലും നമ്മളെല്ലാവരെ പറ്റിയുള്ളത് ഗവൺമെൻറ് എല്ലാം അറിയാം. എന്ന് പറഞ്ഞാൽ സുതാര്യം എന്ന് പറഞ്ഞാൽ വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. യേശു വെളിച്ചമാണ്, പ്രകാശമാണ്, എല്ലാം പ്രകാശിതമായിരിക്കും. അതെ, കള്ളത്തരം പറ്റില്ല, കളിപ്പീര് പറ്റില്ല. അങ്ങനെ ഒരു യുഗം ആണ് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് പ്രബുദ്ധമായ ചില ലേഖനങ്ങളൊക്കെ
വായിക്കാൻ കഴിയും, ചില പ്രസംഗങ്ങൾ കേൾക്കാൻ സാധിക്കും. അടുത്ത യുഗം എൻ്റെ എന്ന്. അത് ക്രിസ്തുവിൻ്റെ യുഗമായിരിക്കും, അത് സത്യത്തിൻ്റെ യുഗവും ആയിരിക്കും. ഹല്ലേലൂയ. അത് വഴി യേശുവിൻ്റെ വഴി, യഥാർത്ഥ വഴിയിലായിരിക്കുന്ന യുഗം. അവിടെ ക്രിസ്ത്യാനികൾ മരിച്ച ക്രിസ്ത്യാനികളായിരിക്കില്ല, പിന്നെയോ ജീവനുള്ള ക്രിസ്ത്യാനികളായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, ഇന്ന് നമ്മൾ പലരും നമ്മുടെ കുർബാനയ്ക്കുള്ള പാട്ടിൻ്റെ ആ ട്യൂണ് പോലെ, മരിച്ചവരുടെ പാട്ടിൻ്റെ ട്യൂണ് പോലെയാണ് നമ്മുടെ ജീവിതവും. ഞാൻ പറഞ്ഞല്ലോ, ചത്തതിനൊത്തവേ ജീവിച്ചിരിക്കും. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവനില്ലാത്തവർ ആണ്. ജീവനില്ലാത്തവർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ അകന്നിരിക്കുന്നു. ആരാണ് നമ്മുടെ ജീവൻ എടുത്തു കളയുന്നത്? പാപം എന്ന് പറഞ്ഞാൽ പിശാച് ഒരിക്കലും സത്യത്തിൽ നിന്നിട്ടില്ല. അവൻ ഒരിക്കലും ജീവനിൽ നിലനിന്നിട്ടില്ല. പാപം ചെയ്യുന്നവൻ പിശാചിന് ഉള്ളവരാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അടുത്ത യുഗത്തിൽ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ യഥാർത്ഥ ആത്മീയ യുദ്ധം. അതായത് പരിശുദ്ധാത്മാവിൽ ജനിച്ചവർ ഇപ്രകാരം പൈശാചിക ബന്ധത്തിലിരിക്കുന്നവരുമായുള്ള യുദ്ധം. ഇത് നമ്മുടെ അവയവങ്ങളിൽ നാം കാണും. നമ്മൾ റോമ 7-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ഞാൻ വീണ്ടും വായിക്കുകയാണ്. റോമ 6-ാം അധ്യായം 7-ാം വചനം 21 മുതൽ. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാവട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിനെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, നാം പാപം ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ അവയവങ്ങൾ കൊണ്ട് അല്ലേ? കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, അധരം കൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട്, എല്ലാം ആണോ അല്ലയോ? നമ്മുടെ ഓരോ അവയവങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉള്ളിൽ കുടികൊള്ളുന്ന പാപം അഥവാ പിശാച്, യേശുവിനെതിരായിട്ടുള്ളവൻ വിവിധ പാപങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ചീത്തയായി കണ്ടു, ചീത്തയായി കേട്ടു, ചീത്തയായി നോക്കി, ചീത്തയായി പ്രവർത്തിച്ചു. ഇതെല്ലാം അവയവങ്ങൾ കൊണ്ടാണ് അല്ലേ? വ്യക്തമായിട്ട് പറയാം, നമ്മുടെ അവയവങ്ങളിൽ ഇവൻ പ്രവർത്തിക്കുന്നു, പാപം പ്രവർത്തിക്കുന്നു. എന്നിട്ട് പറയാൻ പാപത്തിൻ്റെ നിയമത്തിന് നമ്മളെ അധീനരാക്കുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ. എന്നിട്ട് പറയാണ്, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സത്യമായ ജീവനാകുന്ന എൻ്റെ കർത്താവിനിൽ പൂർണ്ണമായ ആത്മാവിലൂടെ വസിക്കുമ്പോൾ ഞാൻ വിമോചിതൻ ആവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് നിത്യജീവൻ, അതാണ് സ്വർഗരാജ്യം, നിത്യജീവൻ എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ബദ്ധപ്പാട്, ഒരു ശ്രദ്ധ നമ്മൾ ഉണ്ടായിരിക്കണം. ഇനിയും 6-ാം അധ്യായം, റോമ 6-ാം അധ്യായം 12 മുതൽ വചനങ്ങൾ ഞാൻ വായിക്കുന്നു. കാരണം എൻ്റെ സമയം തീർന്നതിന് മുമ്പ് പറഞ്ഞു തീർക്കണമല്ലോ. 6:12 മുതൽ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതാ, പാപം ഭരണം നടത്താൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞാൽ അതാണ് പിശാച്. ഹല്ലേലൂയ. ഒരിക്കലും അവനെക്കൊണ്ട് ഭരിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വാധീന വലയം. അതായത് കള്ളം പറയിപ്പിക്കുക, മറ്റുള്ളവർ ചീത്തയായി സംസാരിപ്പിക്കുക, മറച്ചു വെക്കാനായിട്ട് എല്ലാം കൊണ്ടുവരുന്നു അവൻ. അപ്പോൾ അവന് കീഴ്പ്പെടരുത് എന്ന് പറയുകയാണ്. അത് കീഴ്പ്പെട്ടുകൊണ്ട് യേശു എൻ്റെ കർത്താവാണ്, രക്ഷകനാന്ന് പറഞ്ഞിട്ട് വിശേഷമില്ല. നോക്കൂ അടുത്ത വചനം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. വചനം വളരെ അർത്ഥമാണ്. പാപത്തിന് നിന്റെ അവയവങ്ങളെ അർപ്പിക്കരുത്. അതാ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ കുരിശു വരച്ച് നാവിനെയും അധരത്തെയും ഈശോയ്ക്ക് കൊടുക്കണം. എൻ്റെ ഈശോ, ഇന്നേ ദിവസം എൻ്റെ അധരം കൊണ്ട്, എൻ്റെ നാവ് കൊണ്ട് തിന്മ പറയാൻ അനുവദിക്കരുത്. ഒരിക്കലും ഒരു നാവ്
അത് പിശാചിന് അടിമപ്പെടരുത്. ഈശോ അങ്ങേക്ക് അടിമപ്പെടരുത്. അങ്ങേക്ക് സ്തോത്രം പറയുന്ന നാവുകളായിരിക്കട്ടെ. ഈ നാവ് കൊണ്ട് ഞാൻ മറ്റുള്ളവരെ പറ്റി നന്മ പറയും, പ്രശംസിച്ച് പറയും. അത് എൻ്റെ ഈ കൈകൾ കർത്താവേ മറ്റവർക്ക് നന്മ ചെയ്യും, കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കും. അത് അങ്ങനെ ഓരോ അവയവങ്ങളെയും അത് യേശുവിൻ്റെ ആത്മാവിന് സമർപ്പിക്കുക, ദൈവത്തിന് സമർപ്പിക്കുക. നമുക്ക് മനോഹരമായൊരു പാട്ടുണ്ടല്ലേ, ഒരു സർവ്വതും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. അതിനകത്ത് എണ്ണി പറയുന്നുണ്ട്, എൻ്റെ ബുദ്ധി, എൻ്റെ ശക്തി, എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ വികാരം, എല്ലാം. ഹല്ലേലൂയ. ഇത് പള്ളിയിൽ പാടിയാൽ പോരാ കേട്ടാ. പള്ളിയിൽ പാടാൻ പാട്ടുകാരുണ്ട്, മേളക്കാരുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഓരോ ദിവസവും ഈ സമർപ്പണ ഗാനം ഞാൻ ആലപിക്കണം. ആമേൻ. ചെയ്യണം. ഞാൻ ചെയ്യുന്ന ഒരാൾ, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നേരിടുമ്പോൾ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഓരോ അവയവങ്ങളെയും ഞാൻ ഈശോയുടെ ഹൃദയത്തിൽ നോക്കിയിട്ട് എൻ്റെ കൈ ഹൃദയത്തിൻ്റെ ആ രക്തത്തിൽ മുക്കും. എന്നിട്ട് ഞാൻ ആ രക്തം കൊണ്ട് കുരിശു വരയ്ക്കും. ഇവിടെ ഞാൻ എൻ്റെ നെറ്റിയിൽ കുരിശു വരച്ച് അപ്പോൾ ഓർക്കും എൻ്റെ മസ്തിഷ്കം, എൻ്റെ ഓർമ്മ, ഇതെല്ലാം ഈശോയെ സമർപ്പിക്കുന്നു. നാക്കെ ചെയ്യും, ചൊണ്ട ചെയ്യും, ചെവിയിലും കണ്ണും, ഓരോ അവയവങ്ങളും, പുറമേയും അകമേയുള്ള അവയവങ്ങൾ എൻ്റെ നെഞ്ചത്താണ് കുരിശു വരച്ചിട്ട് എൻ്റെ ഹാർട്ട്, എൻ്റെ ലിവർ, അല്ലെങ്കിൽ എൻ്റെ ആമാശയം, വൻകുടൽ, സെക്സ്, ഇതെല്ലാം അർപ്പിച്ച് ഞാൻ കുരിശു വരയ്ക്കും. അങ്ങനെ സമർപ്പിക്കും. എന്നാലും ഞാൻ പാപം ചെയ്യുന്നല്ല. പാപത്തിൻ്റെ പുറത്ത് എന്നെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥ ഞാൻ പാപിയല്ലെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. നിങ്ങളെക്കാളൊരു പാപിയാണ് ഞാൻ മക്കളെ. എങ്കിലും ഞാൻ ചെയ്യുന്ന എൻ്റെ പരിശ്രമം എൻ്റെ കർത്താവ് കാണുന്നുണ്ട്. എൻ്റെ തലമുടി നാര് പോലും ഞാൻ അവൻ്റെ രക്തത്തിൽ അർപ്പിച്ച് തലയിൽ കുരിശു വരയ്ക്കണം. വിശ്വാസത്തോടെ എനിക്കറിയാം യേശുവിൻ്റെ രക്തം ഇവിടെ സംലഭ്യമാണ്. റോമ 8:23. വിശ്വസിക്കുന്നവർക്ക് അവിടുത്തെ രക്തം സംലഭ്യമാണ്, കുർബാനയിൽ മാത്രമല്ല. റോമ 8:23. വിശ്വസിക്കുന്നവർക്ക് ഈ ലോകത്തിൽ മുഴുവൻ നമ്മുടെ രക്തത്തിൻ്റെ ശക്തിയുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ കാൽവരിയിൽ ചിന്തിയ രക്തത്തിൻ്റെ ശക്തി ഓരോ ദിവസവും 5 ലക്ഷത്തിൽ പരം അർപ്പിക്കുന്ന ബലികളിൽ ആ രക്തത്തിൻ്റെ ശക്തി അതിരമ്പുഴയിലുണ്ട്, കോട്ടയത്തുണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകം മുഴുവൻ. ഹല്ലേലൂയ. വിശ്വസിക്കൂ മക്കളെ. വിശ്വസിച്ചാൽ നിനക്ക് ആ രക്തത്തിൽ കൈമുക്കാം. നീ അതൊരു കത്തോലിക്കനാകണ്ട, മർത്തോമ ആകണ്ട, നീ സഭയിലാകണ്ട, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആമേൻ. വിശ്വസിക്കാതെ നീ സഭയിൽ ഇരുന്നുകൊണ്ട് ഞാൻ വിശ്വാസിയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുകയില്ല. ഹല്ലേലൂയ. ഇതാണ് ഈ പെന്തക്കോസ്തുകാരൊക്കെ പറയുന്നത്, നീ രക്ഷിക്കപ്പെട്ടോ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു നിങ്ങൾ പെന്തക്കോസ്തിലേക്ക് പോകണമെന്നോ പെന്തക്കോസ്താകണമെന്നോ അല്ല. ചില ആശയങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആദ്യം യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ രക്ഷിക്കപ്പെട്ടവരായിത്തീരുക. രക്ഷിക്കപ്പെട്ടവർ, രക്ഷകനാണ് പറഞ്ഞത്. രക്ഷകനെ മുത്താനായിട്ട് നമ്മൾ പോയി പുൽക്കൂട്ടി മുത്തി ആ യേശുവിനെ എന്നുമെന്നും ഹൃദയത്തിൽ ജീവനുള്ള യേശുവെ മുത്തണം. അത് വെറും മണ്ണാങ്കട്ട. അത് അച്ഛന്മാരെടുത്ത് പാത്ത് വെച്ചു. ഹല്ലേലൂയ. ചില കുട്ടികൾ പറഞ്ഞ പോലെ ഉണ്ണീശോയെ അച്ഛനെടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. ആ ഉണ്ണീശോയും ആ പ്രതിമയും ഇനിയിപ്പം വരാൻ പോവുകയാണ്. അത് കഴിയുമ്പോൾ വലിയ പെരുന്നാൾ. അപ്പം എല്ലാ വീട്ടിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞ് 5000 രൂപ, അല്ല 500 രൂപ. അത് എഴുന്നള്ളിക്കും. ചെണ്ടയും കോലും വെഞ്ചാമരവുമാക്ക് വെറും പ്രതിമയും കൊണ്ട് ഒരു വലിയ പ്രദക്ഷിണം ഇവിടെ മുഴുവൻ ചുറ്റും. ഓ അന്തോണീശേ ഞങ്ങൾക്ക് വേണ്ടി, സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ. അതിനൊക്കെ മുന്നിൽ നിൽക്കും നമ്മളെല്ലാം. എന്നാൽ ആ ജീവിക്കുന്ന യേശു, ആ ജീവിക്കുന്ന അവസാനത്തെ തുള്ളി രക്തം പോലും ചിന്തിയ രക്തസാക്ഷി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനും ഒരു രക്തസാക്ഷി ആകാൻ ഈശോ ആഗ്രഹിക്കുന്നു. ദൈവമേ, എനിക്ക് സെബാസ്റ്റ്യനെ പോലെ, ഗീവറീസിനെ പോലെ ആകണം. അല്ലല്ല, ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ കിട്ടും. വേറെ വഴക്ക എന്താ, മകൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, ജയിച്ചെന്ന് വരും, അമേരിക്കയ്ക്ക് പോകും, പൈസ കിട്ടും, കാറ് കിട്ടും. അന്തോണീശേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അഗസ്തീനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എൻ്റെ സെബസ്ത്യാനോസേ. അതുകൊണ്ട് കഴുന്ന് പ്രേമുള്ളവരെ, ഞാൻ ഇതൊക്കെ കാണുമ്പം ചൊറിയും. ഇവരാണോ കരിസ്മാറ്റിക്കുകൾ? ഇവരാണോ ക്രിസ്ത്യാനികൾ? ഈ റോഡ് കൂടെ ഈ പ്രതിമയും വഹിച്ചുകൊണ്ട് പെരുന്നാൾ നടത്തുക. എന്നാൽ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ജനങ്ങളിടയിലൂടെ നമ്മുടെ ഹൃദയത്തിലെ യേശുവിനെ പ്രകടിപ്പിച്ചു കൊടുക്കുന്ന നമ്മുടെ ജീവിത ശൈലിയിലൂടെ പ്രാർത്ഥനയുടെ വ്യക്തികളായി, ത്യാഗത്തിൻ്റെ വ്യക്തികളായി,
അത് സ്വഭാവ വ്യക്തിത്വം. എന്ത് സത്യം പറയുന്നവർ, ഞാൻ പറഞ്ഞല്ലോ പിശാച് നുണയൻ്റെ സ്വഭാവമുണ്ട്. നമ്മൾ ഈ നുണയ സ്വഭാവം, കട്ടെടുക്കുന്ന സ്വഭാവം, കളിപ്പിക്കുന്ന സ്വഭാവം, വഞ്ചിക്കുന്ന സ്വഭാവം, തെറി പറയുന്ന സ്വഭാവം, കള്ളു കുടിക്കുന്ന സ്വഭാവം, ഇതെല്ലാം വെച്ചോണ്ട് പ്രതിമ എടുത്തോണ്ട് ആ ചണ്ട അടിച്ച്, വിജാതി അടിക്കുന്ന ചണ്ട അടിച്ച് കുരവേയും കുട്ടിക്കൊണ്ട് പ്രദക്ഷിണം നടത്തി, ഓ ഞാൻ രക്ഷിക്കപ്പെട്ടു. നോ, ഇവിടെ നമ്മൾ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ സ്തുതിക്കുന്നവരായി മാറണം. മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. വിഗ്രഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവിൻ. ഇന്ന് ഒന്നാം വായനയുടെ അവസാനം ശക്തമായിട്ട് യേശുവിനെ അധികമധികമായി സ്നേഹിച്ച അപ്പസ്തോലൻ ജോൺ പറഞ്ഞതാ, യോഹന്നാൻ പറഞ്ഞതാ, വിഗ്രഹങ്ങളിൽ നിന്ന്. നമ്മുടെ കത്തോലിക്ക സഭയിൽ വിഗ്രഹാരാധനയുണ്ട്, ആർക്കും പറയാൻ പറ്റില്ല എന്ന്. അല്ലെങ്കിൽ പോയി പറഞ്ഞു വീണ് അവിടെ മുത്തുന്നതും നക്കുന്നതും അതിൻ്റെ ആവശ്യമുണ്ടോ? ഹൃദയത്തിൽ ഈ വിശുദ്ധരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബോധ്യമുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ അപേക്ഷിക്കാൻ പറഞ്ഞാൽ മതി. ഇതെല്ലാം മേളം, പണം പണം പണം, പള്ളിക്ക് പണം, കഴുന്നിന് മണം. 500 രൂപ കൊണ്ട് നിർബന്ധിച്ച് ഓരോ വീട്ടിൽ ഏൽപ്പിച്ചിരിക്കുക. എന്നിട്ട് ഈ മണ്ണാങ്കട്ട എന്ത് ഈ അലൂമിനിയം കൊണ്ടുണ്ടാക്കിയ, പിച്ചള കൊണ്ടുണ്ടാക്കിയ അതുകൊണ്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതും എഴുന്നള്ളിച്ചുകൊണ്ട് അച്ഛനും കൂടെ വന്നൊരു പ്രാർത്ഥന നടത്തി. ഇതൊക്കെ ഇനിയെങ്കിലും കണ്ണു തുറക്ക്. അഭ്യസ്ത വിദ്യരായ, അക്ഷരാഭ്യാസം കൂടുതലുള്ള കേരളത്തിലെ ആളുകൾ ഇനിയെങ്കിലും വിഗ്രഹാരാധന നിർത്തിയിട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ സ്നേഹിക്കുകയും സ്തുതിക്കുന്നവരുമായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പെരുന്നാൾ നടത്തുന്നവർ നല്ലൊരു കുമ്പസാരം നടത്തുക. വെറും പള്ളിയിൽ പോയി അതിലും വിളിച്ചു പറയുന്ന കുമ്പസാരമല്ല, മാനസാന്തരത്തിൻ്റെ കുമ്പസാരം. ജീവിതത്തിന് വ്യതിയാനം വന്ന് വഴിയും സത്യവും ജീവനുമാകുന്ന ഈശോയിലേക്ക് മാറുന്ന ഒരു ജീവിതം, അതാണ് യഥാർത്ഥ പെരുന്നാൾ. ഹല്ലേലൂയ. അവിടെയാണ് ആത്മാവിൽ ഈശോയെ കാണുക. ആത്മാവിൽ മാതാവിനെയും ഔഷേപ്പിനെയും സെബാസ്റ്റ്യൻ എല്ലാം കാണണം. അവരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധരാണ്. ഹല്ലേലൂയ. ആ വിശുദ്ധർ അങ്ങ് കൃപാസനത്തിലല്ല, ആ വിശുദ്ധ ബലാങ്കണിയിലല്ല, മെഡ്ജുഗോരയിലല്ല, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ യേശുവിൻ്റെ അമ്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശു എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ യേശുവിൻ്റെ അമ്മ എൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെയുണ്ട്. അത് അവിടെ ഇവിടെയുമല്ല. അവിടെ അച്ചട്ടുണ്ട്, അവിടെ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ അത് കഴിഞ്ഞു. അവിടെ പോയി ബഹളം വെക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അവിടെ തന്നെ ഒരു സ്വരൂപം പ്രത്യേകം വെച്ചൊരു കൃപാസനത്തിൻ്റെ രൂപം. അവിടെ ചെന്ന് മുത്തുക, വെള്ളാങ്കണി ചെന്ന് മുത്തുക. മാതാവ് ഇവിടെയുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കും. ഇവിടെ ആരും മുത്തിക്കുന്നില്ല, മുത്തിക്കാതെ വെച്ചിരിക്കുക ബസ്കീട്ട്. അല്ലെങ്കിൽ ആ ഗ്ലാസ് കളഞ്ഞാൽ ഇവിടെയും ഭയങ്കര മുത്തലുണ്ടാവും. മുത്തേണ്ട തടിയും മണ്ണാങ്കട്ട അല്ല. ഇനിയെങ്കിലും അഭ്യസ്തവിദ്യരായ ക്രിസ്ത്യാനികളെ ഹൃദയങ്ങൾ തുറക്കൂ. അല്ലെങ്കിൽ നമ്മൾ വിഗ്രഹത്തെയാണ് ആരാധിക്കുന്നത്. ആ അമ്മയെ കാണൂ. നിങ്ങൾ ആരേക്കാൾ അമ്മയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ അമ്മേനേ പറയുള്ളൂ. എൻ്റെ മാതാവിനെ പറ്റി പറയുമ്പോൾ ഓരോ ദിവസവും അമ്മയെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വേദന എടുക്കുമ്പോൾ നിനക്കറിയത്തില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ കട്ടിലിൽ നിന്ന് പോയി ഞാൻ താഴെ വീണു. എൻ്റെ കാൽ രണ്ടും പൊട്ടിയായിരിക്കുന്നത്. പറഞ്ഞില്ല, പബ്ലിക്കായിട്ട് പറയുകയാണ്. നല്ല വേദന, നീര് വെച്ചിരിക്കുകയാണ്. പാൻസ് വലിച്ചു വിടാൻ ബുദ്ധിമുട്ട് തരത്തിൽ ഞാൻ മിനിങ്ങാന്ന് പോയിട്ട് ആദ്യമാണ്. ഈ 12 കൊല്ലം തളർന്നിട്ട് ഇതുവരെ കട്ടിലിൽ നിന്ന് വീണില്ല. പക്ഷെ മിനിങ്ങാന്ന് അതും സംഭവിച്ചു. ഞാൻ പറഞ്ഞത് ശരീരത്തിൽ ഏറെ വേദന, ന്യൂറോപ്പതിക് പെയിൻ, ഇതെല്ലാം എനിക്കുണ്ട് മക്കളെ. ഇത് ഞാൻ നിങ്ങളുടെ അനുകമ്പയ്ക്കോ പ്രാർത്ഥനയ്ക്കോ വേണ്ടി പറയുകയല്ല. ഇതെല്ലാം ഞാൻ ഈശോയ്ക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അമ്മയുടെ മടിയിലാണ് പലപ്പോഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഞാൻ വെള്ളാങ്കണിക്ക് പോകേണ്ട ആവശ്യമില്ല. അതിന് ഞാൻ അവിടെ ഇവിടെയുള്ള സ്വരൂപത്തിന് മുമ്പിൽ പോകേണ്ട ആവശ്യമില്ല. എൻ്റെ മാതാവ് എൻ്റെ അമ്മയുടെ മടിയിലാണ് ഞാൻ ഓരോ നിമിഷത്തിലും. ആമേൻ. അതാണ് എൻ്റെ വിശ്വാസം. അമ്മയുള്ളിടത്ത് മകനുണ്ട്, മകനുള്ളിടത്ത് അമ്മയുണ്ട്, അമ്മയുള്ളിടത്ത് എല്ലാ വിശുദ്ധരും പുണ്യവാന്മാരും ഉണ്ട്. ആമേൻ. ഞാൻ അവരാൽ ചുറ്റപ്പെടണം. ഞാൻ അവരാൽ ചുറ്റപ്പെടണം. ഏത് സ്വർഗത്ത് എൻ്റെ ഹൃദയം സ്വർഗമാകണം. അവിടെ വിശുദ്ധരും വരേണ്ടത്. അല്ലാതെ അവിടെ ഇവിടെ ഇരിക്കുന്ന സ്റ്റാച്യു പ്രതിമയിലല്ല ഇരിക്കുന്നത്. ഇനിയുമെങ്കിലും ആന്തരിക കണ്ണുകൾ തുറക്കണമേ, ആന്തരിക മിഴികൾ തുറക്കണമേ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമുക്ക് യേശു നഷ്ടപ്പെടുന്നു. ഇതിലാണ് എൻ്റെ ഖേദം. ഇന്ന് പല കത്തോലിക്കർക്കും പല സഭക്കാർക്കും പറ്റിയിരിക്കുന്ന ഇതാണ്. സത്യ യേശു നഷ്ടമായിരിക്കുന്നു. സത്യമായ യേശു നഷ്ടമായിരിക്കുന്നു. പുറമേയുള്ള ആചാരമുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, അത് വർദ്ധിച്ചു വരിക.
സൂക്കേടുകളൊക്കെ കൂടുമ്പോൾ, വസന്ത കൂടുമ്പോൾ, പട്ടിണി കൂടുമ്പം ഭയങ്കര വിശ്വാസക്കൂട്ടാണ്. ഏതാ വിശ്വാസമാണ്? ഇപ്രകാരമുള്ള നൊവേനകൾ, ഇപ്രകാരമുള്ള ഭക്തികൾ. എന്നാൽ എൻ്റെ യേശുവിൻ്റെ ജീവിതത്തിലൂടെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വേറൊരു ക്രിസ്തുവായി, അന്ത്യോക്യയിൽ വെച്ച് അവർ പറഞ്ഞ പോലെ ഇതാ ക്രിസ്തു പോകുന്നു എന്ന് പറയിപ്പിക്കണം. ഹല്ലേലൂയ. ഇന്ന് ക്രിസ്തു പോകുന്നിടത്ത് കള്ള്. കഴിഞ്ഞ ദിവസം തറയിപ്പിതാവിൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു. കഴിഞ്ഞ ക്രിസ്മസിന് 10 ദിവസം കുടിച്ചത്, ഒടുക്കത്തെ കുടിച്ചത് 270 കോടിയുടെ കള്ളാണ് കേരളത്തിൽ എന്ന്. ആമേൻ. ഇവരെല്ലാം സത്യക്കത്തോലിക്കരാ. സത്യക്രിസ്ത്യാനിയാണെ മർത്തോമ എന്ന് പറയും, യാക്കോബ എന്ന് പറയുമ്പോൾ ഞെളി. ഞങ്ങളുടെ പൂർവികന്മാരെ പറ്റി കൊണ്ട് പറയുമ്പോഴത്തേന് എന്തെന്ന് തലമുടിയൊക്കെ എഴിഞ്ഞു നിൽക്കും. പാരമ്പര്യം പറയുമ്പോൾ നിങ്ങൾ തന്നെ കേട്ടു. 270 കോടിയുടെ കുടിയായിരുന്നു ക്രിസ്മസിന് കുടിച്ചത് എന്ന്. ഇവിടെ പാവങ്ങളുണ്ടോ? ഇല്ല. ഇത്ര പാവങ്ങളുടെ ഒരു രാജ്യമാണെങ്കിൽ ഈ കുടിക്കുമോ? ഇവരൊക്കെ കരിസ്മാറ്റിക്കളും ക്രിസ്ത്യാനികളും കത്തോലിക്കലും ഒക്കെയാണ്. അവരെല്ലാം സഭക്കാരാണ്. എല്ലാവരും ക്രിസ്മസിന് കുടിക്കാൻ പോയ ഹിന്ദുക്കളല്ല, മുസ്ലിങ്ങൾ കുടിക്കുകയില്ല, നമുക്കറിയാം. ഞാനിത് പറയാൻ കാരണം കുടിയിൽ മാത്രമല്ല, മറ്റേതെല്ലാം തിന്മകൾ. എന്നിട്ട് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്, എന്നിട്ട് ആ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ പെരുന്നാളിന് പോകുന്നു എന്തിന്? ആൾ മരിച്ചാൽ പോലും രാത്രി ദുഃഖം കൊണ്ട് കുടിയാ. മരിച്ച വീട്ടിൽ തലേദിവസം കുടിയാ. എന്നിട്ട് ഇവിടെ വാങ്ങുന്നേ പാട്ടൊക്കെ അങ്ങോട്ട് പാടിപ്പോകുന്ന കണ്ടാൽ എന്ത് മനോഹരമായ ശവസംസ്കാര കർമ്മമാണെന്നറിയാമോ? അന്ന് കരച്ചിലൊക്കെ ഉണ്ടാകും. എന്നിട്ട് ആ മരിച്ചു പോയ ആളിനെ പോയി മുത്തും എല്ലാം ചെയ്യും. ആ കള്ളും നാറ് പറയുമുള്ളൂ. ഇതൊക്കെ അത് മാറാതെ കണ്ട് ഈ ആചാരവും ഈ അനുഷ്ഠാനമൊക്കെ നിർത്തി ഒരു സത്യ ജീവിതത്തിലേക്ക് വരണം. തിന്മ നമ്മളെ ഭരിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. തിന്മയെന്ന് പറഞ്ഞാൽ പിശാച്. ഹല്ലേലൂയ. അവനെ മാത്രം ഭയപ്പെട്ടാൽ മതിയെന്ന് കർത്താവ് പറഞ്ഞത്. അവൻ പടിയിലിരിപ്പുണ്ട്, ഇപ്പം ഉള്ളിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് അവനെയാണ് നിഷ്കാസനം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഓരോ ദിവസവും സ്വർഗസ്ഥനായ പിതാവെ ചെല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്നത്, പിശാചിൽ നിന്നെ രക്ഷിക്കണമേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് മലയാളി പരിഭാഷപ്പെടുത്തി. ഇംഗ്ലീഷിൽ പറയുന്ന അങ്ങനെയല്ല. പ്രൊട്ടക്ട് us from the evil one. പിശാചിൽ നിന്ന് രക്ഷിക്കണമെന്നാണ്. ഹല്ലേലൂയ. രാവിലെ നമുക്കറിയാം പണ്ടത്തെ ആ ശുരുവാനശുരാടെ അടയാളത്തെ എന്നും പറഞ്ഞ് നമ്മൾ കുരിശ് വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ പലർക്കും അത് അറിഞ്ഞുകൂടാ, ആരെയും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ നെറ്റി വരയ്ക്കുമായിരുന്നു, നെഞ്ചിൽ വരയ്ക്കുമായിരുന്നു. വയറിൽ പല കുരിശ്. കുരിശ് രക്ഷയുടെ കവചം. ഇന്ന് അതും നമ്മൾ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് കൂശും വേണ്ട, കുരിശിനെയും വേണ്ട. ഈ പെരുന്നാളും കൊട്ടും കൊരവയും കഴുന്നും ഇത് മാത്രം മതി. പ്രിയമുള്ളവരെ, ഞാൻ പറയുമ്പോൾ ഞാൻ നിങ്ങൾ ഓർക്കും ഞാൻ അതിരമ്പുഴ പെരുന്നാളിനോ അല്ലെങ്കിൽ ഈ പെരുന്നാളിനൊക്കെ എതിരാണ്. എന്നെ തെറ്റിദ്ധരിക്കും എല്ലാവരും. എനിക്കൊരു പ്രശ്നവുമില്ല. മരിക്കുന്നതിന് മുമ്പ് സത്യം പറയണം. ഏതാനും പേരെങ്കിലും സത്യദൈവത്തെ അറിയണം, സത്യക്രിസ്ത്യാനികളെ ജീവിക്കണം. അതുമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, മക്കളെ, നിങ്ങൾ തിന്മ, പാപം, പിശാച് ഭരിക്കാതിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങളെ ഭരിക്കുന്നത് സത്യമായും യേശുക്രിസ്തു ആയിരിക്കട്ടെ. ആ യേശുക്രിസ്തുവിൽ കടന്നു വരുന്നത് ആത്മാവിലൂടെയാണ്. യോഹന്നാൻ 14:22. യോഹന്നാൻ 14:22. അവൻ നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലും അവൻ പിതാവിലുമാണ് എന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ യേശുവിലാണെന്ന് അറിയും. നമുക്ക് പലപ്പോഴും പറഞ്ഞു, ഹെബ്രായ ഭാഷയിൽ അറിയുക എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുക. യേശുമായി ഞാൻ ബന്ധപ്പെടും. യേശു എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമാകും. ആ യേശുവിൻ്റെ പിതാവ് എൻ്റെ പിതാവാകും. അപ്പച്ചാ പിതാവേ എന്ന് ഞാൻ വിളിക്കും. അതാണ് സത്യക്രിസ്ത്യാനി. ഇതാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. യോഹന്നാൻ 6:56. ഈ കുർബാന സ്വീകരണമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത് എന്താ? എൻ്റെ മകളുടെ രോഗം മാറണം, എൻ്റെ കൊച്ചുമകൻ്റെ സംസാരിക്കണം, അല്ലെങ്കിൽ എൻ്റെ മകൾ അമേരിക്കയ്ക്കോ കാനഡയ്ക്കോ പോകണം. ഇതൊക്കെയാണ് പറയുന്നത്. എന്താ എൻ്റെ ഈശോ ഏറ്റവും വലിയ അത്ഭുതം, അങ്ങ് ജീവനോടെ, ശരീരത്തോടെ, രക്തത്തോടെ, മാംസത്തോടെ, ആത്മാവോടെ എന്നിൽ വന്നിരിക്കുന്നു. പാപിയായ അയോഗ്യനായ ഞാൻ ദൈവപുത്രനോട് ഒന്നായിരിക്കുന്നു. അതോർത്ത് വെറുതെ അങ്ങ് സ്തുതിക്കുക, നന്ദി പറയുക. ഹല്ലേലൂയ. ഇതെത്ര പേര് ചിന്തിക്കുന്നുണ്ട്?
എത്ര പേര് ചിന്തിക്കില്ല? എന്തൊരു എന്നുവെച്ചാൽ പ്രാർത്ഥന ചോദ്യമാണ്. അലൗകിക കാര്യങ്ങൾ കിട്ടാൻ തെണ്ടിയായിട്ട് നമ്മൾ തെണ്ടികളാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തെണ്ടേണ്ട ആവശ്യമില്ല. അവനിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം അവിടുന്ന് തരും. വീണ്ടും ഞാൻ പറയുന്നു, ആയത്തോടെങ്കിലും നിങ്ങൾ പറഞ്ഞു കാണും, നിങ്ങൾക്കെല്ലാം കാണാതറിയാം. മത്തായി 6:33 ആദ്യമേ ദൈവരാജ്യം അന്വേഷിക്കൂ, ദൈവരാജ്യത്തിലായിരിക്കൂ, നിങ്ങൾക്ക് വേണ്ടുന്നെല്ലാം നൽകപ്പെടും. ഹല്ലേലൂയ. ഇതൊക്കെ കാണാതറിയാം, വചനം പ്രഘോഷിക്കും. എന്നാൽ ഈ ദൈവരാജ്യത്തിലായിരിക്കുക, യേശുക്രിസ്തുവിലായിരിക്കുക, എൻ്റെ പിതാവിൻ്റെ മകനുമായി ജീവിക്കുക. അപ്പോൾ എൻ്റെ കർത്താവ് എല്ലാം നോക്കിക്കോളൂ. എൻ്റെ കണ്ണ് സുഖപ്പെടുത്തും, കാലും സുഖപ്പെടുത്തും, എൻ്റെ മക്കളുടെ കാര്യം നോക്കിക്കോളൂ എന്നാണ് ഈശോ പറഞ്ഞത്. ആദ്യം നീ ദൈവരാജ്യത്തിലായിരിക്കൂ, ആദ്യം യേശുവിലായിരിക്കൂ, യേശുവിനെ സ്വന്തമാക്കൂ, അപ്പോൾ എല്ലാം കാണും. ഞാൻ നിർത്തുന്നതിന് മുമ്പായിട്ട് 6-ാം അധ്യായം റോമ 15 മുതൽ വചനങ്ങൾ. അതുകൊണ്ട് നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ്. നിങ്ങൾ അനുസരണമുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്നറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. നിങ്ങൾ ഒരിക്കൽ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളാകുന്നതിന് ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം മാനുഷ്യ രീതിയിൽ ഞാൻ സംസാരിച്ചോട്ടെ. നോക്കൂ, പൗലോസ് എന്ത് മനോഹരമായിട്ട് പറയുന്നത്. ഒരിക്കൽ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി സമർപ്പിക്കുവിൻ. ആമേ. ഞാനതൊരിക്കൽ കൂടി വായിക്കുക മക്കളെ. ഒരിക്കൽ നിങ്ങളുടെ അവയവങ്ങളെ, തല, മസ്തിഷ്കം, തലച്ചോറ്, ചെവി, കണ്ണ്, മൂക്ക്, വായ, നാക്ക്, കയ്യ്, കാല്, അതെ നിൻ്റെ വയറ്, അമിത തീറ്റി, അതുപോലെ തന്നെ നിൻ്റെ ലൈംഗിക അവയവങ്ങൾ തുടങ്ങിയവയെല്ലാം നീ അശുദ്ധിക്കും അനീതിക്കും അടിമപ്പെടുത്തിയതുപോലെ ഇപ്പോൾ വിശുദ്ധീകരണത്തിനായി നീതിക്കായി ദൈവത്തിന് സമർപ്പിക്കുവിൻ. നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ നീതിയുടെ നിയന്ത്രണത്തിലല്ലായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയ്ക്കെന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിൻ്റെ അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യജീവനും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണാതറിയുന്ന വാക്കുകൾ ഞാൻ വെറുതെ വായിച്ചെന്ന് മാത്രം. ഹൃദയത്തിൽ പറഞ്ഞിക്കട്ടെ മക്കളെ. വചനം കേട്ടുപോയ പോലെ പന്ത മറിഞ്ഞ പോലെ ഒരാൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുക. അപ്പോൾ ഒന്നാമത്തെ മുറിക്കകത്ത് അത് മുഴുവൻ ഭിത്തിയെ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന കുറേ ചെവികൾ, മനുഷ്യൻ്റെ ചെവികൾ ഇങ്ങനെ പറ്റിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ കാവൽമാലാഹാട് ചോദിച്ചു, എന്തുട്ടപ്പാ? തൃശൂ ഭാഷയിൽ എന്തുട്ടപ്പാ? അപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞു, ഇത് വചനം കേട്ട ക്രിസ്ത്യാനികളുടെ ചെവി പറിച്ചെടുത്ത് ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. കാരണം അവരെല്ലാം നരകത്തിൽ പോയി. കാരണം വചനം കേട്ടെങ്കിലും പാലിച്ചില്ല. പക്ഷേ ചെവി വചനം കേട്ട് ശുദ്ധീകരിച്ചുകൊണ്ട് ചെവി ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. അടുത്ത മുറി കയറി, സ്വർഗത്തിൻ്റെ 2ാമത്തെ മുറിയിൽ അവിടെ കുറേയൊക്കെ നാക്കാ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ഭിത്തിയെ പറിച്ചിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എന്തുട്ടായത്? ഈ നാവെല്ലാം കൂടി ഇങ്ങനെ പറിച്ചു വെച്ചിരിക്കുന്ന മനുഷ്യൻ്റെത്. അപ്പോൾ പറഞ്ഞ മറുപടി എന്താ? ഇതൊക്കെ വചനം പ്രഘോഷിച്ച വചനപ്രഘോഷകരുടെ നാക്കാ. അതിൽ അച്ഛന്മാരുടെ ഉണ്ട്, കന്യാസികളുടെ ഉണ്ട്, അതെ മെത്രാന്മാരുടെയൊക്കെ ഉണ്ട്. അവരൊക്കെ പ്രസംഗിച്ചെങ്കിലും അവരെല്ലാം നരകത്തിൽ പോയി. പക്ഷേ ആ പ്രസംഗിച്ച നാക്ക് ഞങ്ങൾ വെച്ചിരിക്കുകയാണ് സ്വർഗത്തിൽ. ഹല്ലേലൂയ. ഒരു പക്ഷേ അങ്ങനെ തന്നെ ഒരു തമാശയാണ് എങ്കിലും, ഞാൻ തമാശ ഇപ്പോൾ പറയാറില്ല പ്രസംഗത്തിൽ, എങ്കിലും ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മൾ കരിഭവനിൽ വരുന്ന കരിസ്മാറ്റിക്കിലൊക്കെ വരുന്ന അതുപോലെ പ്രസംഗിക്കുന്ന പല അച്ഛന്മാരുടെയും പല ഞങ്ങളുടെയൊക്കെ നാക്ക് കാണുമായിരിക്കും സ്വർഗത്തിൽ. ഞങ്ങളൊരു പക്ഷേ നരകത്തിൽ പോയേക്കാം. അതുകൊണ്ട് ഞാനങ്ങനെ പോകാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടാ. നിങ്ങളുടെ ചെവി മാത്രം പോകാതെ നിങ്ങൾ മുഴുവൻ സ്വർഗത്തിൽ പോകാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വചനം അത് പൗലോസ് യാക്കോബ് ശ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വെറും കേൾവിക്കാരാകാതെ വചനം പാലിക്കുന്നവർ ആയിരിക്കണമേന്ന്. ഹല്ലേലൂയ.
എത്രയോ തവണ ഇവിടെ വന്ന് ഖജനാവെടിയിൽ എന്ന പോലുള്ള അതെ കാര്യച്ചൻ്റെയും നമ്മുടെ ബിജിലച്ചൻ്റെയും മരിച്ചുപോയ അനുഷ്യൻ്റെയും ഒക്കെ പ്രസംഗം കേട്ടവരാ. എന്നിട്ട് എന്തെങ്കിലും എനിക്ക് മാറ്റമുണ്ടായോ എൻ്റെ തമ്പുരാനെ ഒന്ന് ഓർക്കണം. ഈ വചനമനുസരിച്ച് എനിക്കൊരു ജീവിത വ്യതിയാനം ഉണ്ടാകണം. നല്ല ക്രിസ്ത്യാനായി ജീവിക്കാൻ ദൈവം ഇന്നാണ് എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ നിന്നെ വിളിക്കുന്നെങ്കിലും അതെ ജോബ് പറഞ്ഞ പോലെ നഗ്നനായി വന്നു, ഞാൻ നഗ്നനായി വരുന്നു, ഞാനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, ഞാൻ ഇവിടുന്നൊന്നും കൊണ്ടുപോകുന്നുമില്ല. അതെ ദിഗ്വിജയായ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞതുപോലെ എൻ്റെ ശവം നിങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും, രണ്ട് കൈയും എൻ്റെ മഞ്ചത്തിൻ്റെ പുറത്തിട്ട് വേണം കൊണ്ടുപോകാൻ. ആളുകൾ അറിയട്ടെ ഞാനൊരു ചക്രവർത്തിയായിട്ട് ലോകം മുഴുവൻ പിടിച്ചടക്കെങ്കിലും ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല, വെറും കൈയായിട്ട് പോകുന്നുവെന്ന്. ഇതൊക്കെ ചിന്തിക്കണം. അതെ നമ്മൾ ഈ ലോകത്തിൽ വലിയവരായിരിക്കാം. മഞ്ഞാക്കളച്ചൻ ഒരു പക്ഷേ വലിയ പ്രാസംഗികരായിരിക്കാം. ആ വീഡിയോ ഒക്കെ ഇറക്കുന്നു, എല്ലാവരും മഞ്ഞാക്കളച്ചനെ പബ്ലിക്കായിട്ട് അറിയുന്നുണ്ട്. അതെ ഇതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അതെ പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ നിങ്ങളോട് വചനം പ്രഘോഷിച്ചു ഞാൻ അതെ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഇത് നമ്മൾ പരസ്പരം ഓരോരുത്തർക്ക് വേണ്ടിയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. ഞാനിതൊക്കെ പറഞ്ഞാൽ ഞാൻ നല്ലവനായതുകൊണ്ടോ ഞാൻ പുണ്യവാനായതുകൊണ്ടോ അല്ല മക്കളെ. നമുക്കെല്ലാവർക്കും പോകണം, ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടണം. എവിടെ? സ്വർഗത്തിൽ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് താൽക്കാലിക ജീവിതമേ ഉള്ളൂ. അത് നിത്യജീവനാണ് നമ്മൾ നോക്കി പാർത്തിരിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും നമുക്ക് മനസ്സാന്തരപ്പെടാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ എല്ലാ സ്വത്തും നശിച്ച് വെണ്ണീറായിപ്പോയ അമേരിക്കയിലെ ജനങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്ന്. അതെ അവരെല്ലാവരെയും മാറ്റിപ്പാർപ്പിച്ചു. ലക്ഷക്കണക്കിനല്ല, അതായത് 10 ലക്ഷമോ 15 ലക്ഷമോ പേരെയാണ് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത്. കാരണം സ്ഥലങ്ങളെല്ലാം കത്തി നശിച്ചു പോയി എന്ന് അതൊക്കെ നിങ്ങൾ വായിച്ചതാണ്. അതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാം ഉണ്ടാക്കി സ്വത്തിൻ്റെ അങ്ങേയറ്റത്തെ ചെന്ന് ജീവിച്ച അമേരിക്കൻസാണ്. പ്രത്യേകിച്ച് കാലിഫോർണിയ എന്ന് പറഞ്ഞാൽ ഒത്തിരി സ്വത്തുള്ള സ്ഥലങ്ങൾ. നമ്മൾ മലയാളികളും ഒത്തിരി പേര് പണമുണ്ടാക്കി സുഖമായിട്ട് അവിടെ ജീവിച്ചവരുണ്ട്. അതെ നമ്മൾ ഓർക്കണമേ, ഇതൊക്കെയാണ് മനുഷ്യജീവിതമെന്ന് വല്ലപ്പോഴും കൊണ്ട് ചിന്തിക്കുന്നത് നല്ലതാണ്. അതെ ഹോളിവുഡ് ചലച്ചിത്രങ്ങളൊക്കെ കാണുന്നവരും കണ്ടിട്ടുള്ളവരുമുണ്ട്. സിനിമാ നടികളൊക്കെ സുഖമായിട്ട് അവിടെ ജീവിച്ച് എല്ലാവിധ ലൗകിക ആഡംബരങ്ങളും കഴിഞ്ഞവരായിരിക്കാം. ഇങ്ങേറ്റം നാസ അതെ പരീക്ഷണശാലയിലൂടെ ലോകവും മുഴുവൻ പിടിച്ചടക്കി കണ്ടുപിടിച്ചവരാണ്. ഇന്നതെല്ലാം കത്തിച്ചാമ്പലായി കിടക്കുന്ന രംഗം ഓർക്കുക പ്രിയപ്പെട്ടവർ. ഇവിടെ ഐസക് ന്യൂട്ടൺ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ന്യൂട്ടൺ അദ്ദേഹമാണ് എഡിസനാണ് ആ 100-ൽ പരം പരീക്ഷണങ്ങൾ ഈ ബൾബും ഈ ലൈറ്റും ഇലക്ട്രിസിറ്റി എല്ലാം കണ്ടുപിടിച്ചവനാണ് എഡിസൺ. ഒരിക്കൽ എഡിസൻ്റെ പരീക്ഷണശാല മുഴുവൻ കത്തി ദഹിച്ചു പോയി. അപ്പോൾ അദ്ദേഹം നോക്കി ഇന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഭാര്യ ചോദിച്ചു ആണി പോയോ വട്ടാണോ എന്ന്. കാരണം പരീക്ഷണശാലയിൽ 100-ൽ പരം വലിയ അതിശയങ്ങൾ കണ്ടുപിടിച്ച ഒരു മനുഷ്യൻ കത്തിപ്പോയപ്പോൾ ചിരിക്കുന്ന വട്ടുപോയല്ലേ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മോളെ ഭാര്യയോട് പറഞ്ഞതാണ് എല്ലാം കത്തിയോണ്ട് എനിക്കെല്ലാം പുതിയതായിട്ട് തുടങ്ങാമല്ലോ, പുതിയ പരീക്ഷണശാലയും അതെ പുതിയ പരീക്ഷണങ്ങളും നടത്താമല്ലോ എന്ന്. ഹല്ലേലൂയ. അതെ നിശ്ചയമായിട്ടും അത് ഞാൻ തന്ന ഒരു വിഷയമായിരുന്നു. അതെ പുത്തനാണ്ടിൽ പഴയതിനെ പൂർണ്ണമായി കരഞ്ഞുകൊണ്ട് കത്തി നശിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. അതെപ്പോഴും ഓർക്കട്ടെ, യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കടന്നുപോയി. അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ എല്ലാം ഒരു അർത്ഥം അത് ഞാൻ പറയുകയാണ് സംക്ഷേപം. അത് ഇന്ന് വരെ ഒരു പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള വിഗ്രഹാരാധനയിലൂടെയും പെരുന്നാളിലൂടെയും പുറമേയുള്ള ആചാരങ്ങളിലൂടെയാണ് എൻ്റെ രക്ഷ എന്നോർത്തെങ്കിൽ ഇനി അതല്ല, കടന്നുപോയി. ഞാൻ പറഞ്ഞൊരു പുതിയ യുഗം വരികയാണ്. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്രിമ മനുഷ്യൻ്റെയും കൃത്രിമ ബുദ്ധിയുടെയും കാലത്തിലേക്ക് ലോകം പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു ആത്മീയ ലോകത്തിലേക്കാണ് മനുഷ്യൻ ഇനി നീങ്ങുന്നത്. ആത്മാവിലൂടെ ഉള്ള സത്യത്തിലൂടെ ഉള്ള ഒരു മതം എന്നുള്ള വാക്കെനിക്ക് ഇഷ്ടമില്ല. ഒരു ആധ്യാത്മികത അഥവാ ഒരു വിശ്വാസ ജീവിതമാണ് ഇനിയും വരുന്നത്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ പല മക്കളും അത് അനുഭവിച്ചു എന്ന് വരാം. അതിനുവേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. നമ്മളൊക്കെ ഒരു പക്ഷേ അവർ പലപ്പോഴും വീഡിയോ അല്ലെങ്കിൽ മൊബൈലൊക്കെ അടിമപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് അവരെപ്പറ്റി നമ്മൾ വഴക്ക് പറയുകയും ശാസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, തിന്മയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. സത്യമാണ് അത്. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ നമ്മുടെ മക്കളായിരിക്കും നമ്മളെക്കാൾ ദൈവത്തിൽ വിശ്വസിച്ച് ആത്മാവിലും സത്യത്തിലും ഈശോയെ കണ്ടുമുട്ടി ജീവിക്കുന്നവർ. അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കാം. അതെ നമുക്ക് നമ്മളിലേക്ക് നോക്കി അവർക്ക് കൂടി നമ്മോടത്ത് ജീവിക്കത്തക്ക രീതിയിൽ നമ്മളും ആത്മാവിലും സത്യത്തിലും
കർത്താവിനെ സ്തുതിക്കുന്നവരായി മാറുക. പാപം നമ്മളെ ഭരിക്കാതിരിക്കട്ടെ. ആത്മാവ് നമ്മളെ ഭരിക്കട്ടെ. പിശാച് നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. നമ്മുടെ അവയവങ്ങളെ പ്രത്യുത ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ ഓരോ അവയവങ്ങളെയും ഭരിക്കട്ടെ. ആമേൻ. കണ്ണുകൾ ശാന്തമായി അടച്ച് കേട്ട വചനം മനനം ചെയ്യുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഏതെങ്കിലും നിന്നെപ്പറ്റിയാണ് എന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ അച്ഛൻ്റെ പ്രസംഗം നല്ലതായിരുന്നു പറയരുത്. വചനം ഏതെങ്കിലും എന്നെ കൊള്ളിച്ചോ, എനിക്ക് ഒരു ചേഞ്ച് മാറ്റം വരുത്തിയോ, അല്ലെ മഞ്ഞാക്കളച്ചൻ ഉച്ചത്തിൽ പറഞ്ഞു പ്രസംഗിച്ചു നല്ലതായിരുന്നു പറഞ്ഞതിൻ്റെ കാര്യമില്ല. എല്ലാ അച്ഛന്മാരും നല്ലപോലെ പ്രസംഗിക്കുന്നത്, എല്ലാ വചന പ്രഘോഷകരും നല്ലപോലെയാണ് പ്രസംഗിക്കുന്നത്. പ്രസംഗത്തിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമില്ല. ഈശോനാഥ തുടർന്ന് അഭിഷേക പ്രാർത്ഥനയാണ് നടക്കാൻ പോകുന്നത്, വിടുതൽ പ്രാർത്ഥന. ഇന്നത്തെ വിഷയം അതാണല്ലോ. കർത്താവേ, ഈ തിന്മയിൽ നിന്നുള്ള മോചനം, അതെ പിശാചിൻ്റെ ബന്ധനത്തിലുള്ള മോചനം ഓരോ ദിവസവും കിട്ടുവാൻ ഇവരെ അത് ആത്മാവിൻ്റെ ആ അഭിഷേകമുള്ളവരാക്കി ഉരുവാക്കണമെന്ന് ദാസൻ പ്രാർത്ഥിക്കുന്ന വേറൊന്നുമില്ല. ഈശോ ഓരോ ദിവസമുള്ള ഒരു യജ്ഞമാണിത്. ഓരോ ദിവസവുമാണ് ഞങ്ങൾ ജീവിക്കേണ്ടത്. ഒരു പ്രാർത്ഥനയിലൂടെയോ ഒരു ധ്യാനത്തിലൂടെയോ ഒരു പെരുന്നാളിലൂടെയോ അല്ല, ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു അഭിഷേക പ്രാർത്ഥനയിലൂടെയല്ല. ഓരോ ദിവസവും ഞങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും അഭിഷേകത്താൽ നിറഞ്ഞ് ഈ തിന്മയോട് പോരാടുന്നവരായി തീരുവാൻ. കാരണം ഓരോ ദിവസവും ഞങ്ങളുടെ അവയവങ്ങളിൽ തിന്മ കുടികൊള്ളുന്നു, കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു, കാണുന്നു. അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ അവയെ അതിജീവിച്ചുകൊണ്ട് എപ്പോഴും വിജയശീലാളിതരായി മുന്നോട്ട് പോകുവാൻ കർത്താവേ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. എന്നോടൊന്നിച്ച് വചനം കേട്ട ഇവരോരോരുത്തരെയും സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതാണ് വിജയമെന്ന് പറഞ്ഞുവല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല. ഞങ്ങൾ പരാജയപ്പെടരുത്. ഞങ്ങൾ ഈശോയുടെ ആളുകളാണ്. ഈശോ ഒരിക്കലും പരാജയപ്പെടുന്നവനല്ല, പരാജയപ്പെട്ടിട്ടില്ല. ജീസസ് നെവർ ഫെയിൽസ്. ഞങ്ങളും ഒരിക്കലും തോക്കില്ല. ഞങ്ങൾ മുന്നോട്ട് പോകും വിജയം ഭരിച്ചുകൊണ്ട്. ആ വിജയം ആണ് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം. ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം വിജയത്തിൻ്റെതാണ്, തോൽവിയുടേതല്ല, പരാജയത്തിൻ്റെ അല്ല. ഞങ്ങൾ ആരാധിക്കുന്ന സ്തുതിക്കുന്ന വിജയിച്ച അത് മരണത്തിൻ്റെ മേലും അതുപോലെ പിശാചിൻ്റെ മേലും രോഗത്തിൻ്റെ മേലും വിജയം നേടിയ കർത്താവിനെയാണ് ജീസസ്. ആ അനുഭവം എൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് അടുത്ത നിമിഷങ്ങളിൽ പാലിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. നിൻ്റെ അരുവിയിൽ അണഞ്ഞിടുവാൻ, നിൻ്റെ അരുവിയിൽ നിന്നു നുകരാൻ, നിൻ്റെ അരുവിയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. നിൻ്റെ സത്യത്തിൽ അണഞ്ഞിടുവാൻ, നിൻ്റെ സത്യത്തിൽ നിന്നു നുകരാൻ, നിൻ്റെ സത്യത്താൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. ജീവനിൽ നിൻ്റെ ജീവനിൽ അണഞ്ഞിടുവാൻ, നിൻ്റെ ജീവനിൽ നിന്നു നുകരാൻ, ജീവനിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. നിൻ്റെ വഴിയിൽ അണഞ്ഞിടുവാൻ, നിൻ്റെ വഴിയിൽ നിന്നു നുകരാൻ, നിൻ്റെ വഴിയാൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുക നാഥ. Lambada